ഹലോ, വെൽക്കം ടു ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി. അപ്പോൾ ഇന്ന് നമ്മൾ 100 ഫ്രേസൽ വേർബ്സ് ആണ് പഠിക്കാൻ പോണത്. എന്തുകൊണ്ടാണ് ഫ്രേസൽ വേർബ്സ് നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ഉണ്ടാകുന്ന കോൺവെർസേഷൻസിൽ ഏറ്റവും അധികം കടന്നു വരുന്ന സംഭവമാണ് ഫ്രേസൽ വേർബ്സ്. നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യില്ലേ, അതിനൊക്കെ ഓരോരോ പേരില്ലേ, ആ പ്രവൃത്തികൾക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്ന സംഭവങ്ങളാണ് ഫ്രേസൽ വേർബ്സ്. ഈ ഫ്രേസൽ വേർബ്സ് പൊതുവേ നമ്മൾ പുട്ട്, സ്റ്റോപ്പ്, അല്ലെങ്കിൽ അപ്പ്, ഔട്ട് മുതലായ കുറേ നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കുകൾ ഈ ഫ്രേസൽ വേർബ്സിൽ വരും. പക്ഷേ 2 വാക്കുകൾ പൊതുവെ ഒരുമിച്ച് വരുമ്പോഴാണ് അതൊരു ഫ്രേസൽ വേർബ് ആവുക. 2 ആവാം അല്ലെങ്കിൽ 2 കൂടുതലാവാം, പക്ഷേ പൊതുവെ 2 വാക്കുകൾ ഒരുമിച്ചുണ്ടാവും. ഇപ്പോൾ പുട്ട് അപ്പ്, പുട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ പുട്ടിൻ്റെ അർത്ഥവും പുട്ട് എന്ന വാക്കിൻ്റെ അർത്ഥവും ഔട്ടിൻ്റെ അർത്ഥവും വേറെ വേറെയാണ്. പക്ഷേ പുട്ട് ഔട്ട് എന്ന് പറയുമ്പം അതിൻ്റെ അർത്ഥം വേറെ ഒരു സംഭവമാണ്. പക്ഷേ ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ കാഷ്വൽ കോൺവെർസേഷൻസിൽ എപ്പോഴും കയറി വരുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മീനിങ് അറിയണം. അപ്പോൾ ഞാനിത് ഈ വീഡിയോ കുറേ പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർട്ട് ഡെയിലി റുട്ടീൻസ്, ദിനചര്യകളിൽ വരുന്ന ഫ്രേസൽ വേർബ്സ് ആണ്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ പേര് വിനി. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് 16 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ താഴെ കൊടുക്കാം, കമൻറ്റ് നോക്കിയാൽ മതി. ഇനി അഥവാ നിങ്ങൾക്ക് പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ 2 തരം കോഴ്സുകൾ എടുക്കാറുണ്ട്. 2ൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കാം കേട്ടോ. ഇനി ചെറിയ കുട്ടികൾക്കുള്ള കോഴ്സാണെങ്കിൽ അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ വാക്കാണ് ഗെറ്റ് അപ്പ്, എഴുന്നേൽക്കുക. ഗെറ്റ് അപ്പ് 2 വാക്കുകളാണ്. ഗെറ്റിൻ്റെ അർത്ഥം വേറെയാണ്, അപ്പിൻ്റെ അർത്ഥം വേറെയാണ്. പക്ഷേ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നർത്ഥം. ഞാൻ സാധാരണ 7 മണിക്കാണ് എഴുന്നേൽക്കാറ്. എങ്ങനെ പറയും? ഐ യൂഷ്വലി ഗെറ്റ് അപ്പ് അറ്റ് 7 AM. ഉണരുക എന്ന് പറയണമെങ്കിലോ വേക്ക് അപ്പ്. അവൾ രാത്രി ഉണർന്നു, രാത്രി നല്ല ഉറക്കത്തിനിടയിൽ ഉണർന്നു എന്നിങ്ങനെ പറയും. ഷീ വോക്ക് അപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. ഇതിൽ ശ്രദ്ധിക്കണം, മിഡിൽ ഓഫ് ദ നൈറ്റ് എന്ന് പറഞ്ഞാൽ മിഡ് നൈറ്റ് എന്നല്ല കേട്ടോ അർത്ഥം. മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി. മിഡിൽ ഓഫ് ദ നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല ഉറക്കം പിടിച്ചിരിക്കുന്ന സമയമില്ലേ, ഒരു 12 മണി മുതൽ ഒരു രാവിലെ 3-3:30 വരെ, ആ ഒരു സമയത്തിൽ പറയുന്ന വാക്കാണ് മിഡിൽ ഓഫ് ദ നൈറ്റ് കേട്ടോ. ഷീ വോക്ക് അപ്പ് ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. അപ്പോൾ വേക്കപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് വോക്ക് അപ്പ്. അടുത്തത് ഗോ ഔട്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുക, എങ്ങോട്ടെങ്കിലും പോകാൻ വേണ്ടിയിട്ട് എന്നുള്ള അർത്ഥമാണ് ഗോ ഔട്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പുറത്തുനിന്നാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. ഇങ്ങനെ പറയും, വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്. അപ്പോൾ ഈ സെൻറ്റൻസ് കണ്ടോ, വി ആർ ഗോയിങ് ഔട്ട്. അങ്ങനെ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു പദ്ധതി നമുക്കുണ്ടെങ്കിൽ, ഇങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ, ഇങ്ങനെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആർ ഗോയിങ് ടു ഡു ലൈക്ക് ദിസ്, അല്ലെങ്കിൽ വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ, വി ആർ ഈറ്റിംഗ് ഔട്ട് എന്നുള്ള രീതിയിലാണ് സെൻറ്റൻസ് പറയുക. അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോമാണ്. ഈ ടെൻസുകളുടെ കാര്യങ്ങളൊക്കെ ഞാൻ ആ 16 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു എക്സാമ്പിൾസ് ഒന്ന് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ വി ആർ ഗോയിങ് ഔട്ട് ഫോർ ഡിന്നർ ടു നൈറ്റ്. തിരിച്ചു വരിക, റിട്ടേൺ എന്ന് പറയില്ലേ, അതിനുള്ള ഫ്രേസൽ വെർബാണ് കം ബാക്ക്. അവൻ ലേറ്റായിട്ടാണ് ജോലി സ്ഥലത്ത് നിന്ന് തിരിച്ചു വന്നത്. എങ്ങനെ പറയും? ഹീ കെയിം ബാക്ക് ഫ്രം വർക്ക് ലേറ്റ്. അപ്പോൾ ഇവിടെ വർക്ക് എന്ന് വെച്ചാൽ ജോലി, ജോലിയിൽ നിന്ന് തിരിച്ചു വരിക എന്നാണോ പറയുക? ഈ വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് പ്ലേസിന് പകരവും നമുക്ക് വർക്ക് എന്ന് ഉപയോഗിക്കാം. ഹീ കെയിം ബാക്ക് ഫ്രം വർക്ക് ലേറ്റ്, വൈകിട്ട്. അടുത്തത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്ന ഫ്രേസൽ വെർബാണ് ഗോ ഓൺ. നിങ്ങളുടെ കഥ തുടരൂ എന്ന് പറയാൻ പ്ലീസ് ഗോ ഓൺ വിത്ത് യുവർ സ്റ്റോറി. പ്ലീസ് ഗോ ഓൺ വിത്ത് യുവർ സ്റ്റോറി. എന്തെങ്കിലും നിങ്ങളുടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻട്രപ്ഷൻ വന്നു, അപ്പോൾ പറയാണ് കഥ തുടർന്നോളൂ, നിങ്ങളുടെ കഥ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യൂ. പ്ലീസ് ഗോ ഓൺ വിത്ത് യുവർ സ്റ്റോറി. അടുത്തതാണ് ടേക്ക് ഓഫ്. റിമൂവ് ചെയ്യുക വസ്ത്രങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ്. വസ്ത്രം മാത്രമല്ല, ഷൂസ്, സോക്സ് ഒക്കെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യും. ടേക്ക് ഓഫ്. ടേക്ക് ഓഫിന് വേറെ അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പം അത് പൊന്തി പോവില്ലേ, അതിന് ടേക്ക് ഓഫ് ചെയ്തു എന്ന് പറയും. അപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിലും ചിലപ്പോൾ വേറെ വേറെ അർത്ഥങ്ങൾ വരാം. അപ്പോൾ വസ്ത്രങ്ങൾ ഊരുക എന്നുള്ള അർത്ഥത്തിൽ ടേക്ക് ഓഫ് ഉപയോഗിക്കും. നിങ്ങൾ വീട്ടിനകത്തേക്ക് കയറുന്നതിന് മുമ്പ് പറയാൻ പറ്റുന്ന സംഭവമാണ് ഷൂസ് കയറുന്നതിന് മുമ്പ് അഴിക്കണേ. ഇങ്ങനെ പറയാം, ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ യു എൻറ്റർ. കയറുന്നതിന് മുമ്പ് ടേക്ക് ഓഫ് യുവർ ഷൂസ് ബിഫോർ യു എൻറ്റർ. എന്ത് സ്ഥലമാണെന്ന് വെച്ചാൽ അത് പറയാം. എൻറ്റർ ദ ഹൗസോ അത് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ മീനിങ് ഞാൻ പറഞ്ഞില്ലേ, പ്ലെയിൻ, നിലത്തുനിന്ന്
പൊന്തി ഉയരില്ലേ, അതിനാണ് ടേക്ക് ഓഫ് എന്ന് പറയുന്ന വേറൊരു വാക്ക് അല്ലേ. ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് പറന്നുയർന്നു എന്ന് പറയാൻ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് ഓൺ ടൈം. ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ടുക്ക്. അപ്പോൾ പറന്നുയർന്നു, അത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് ഓൺ ടൈം. അപ്പോൾ ഫ്ലൈറ്റിനെ കുറിച്ച് തന്നെ അടുത്ത വാക്ക് പഠിക്കാം. ടച്ച് ഡൗൺ. പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നതിന് പറയുന്ന വാക്കാണ് ടച്ച് ഡൗൺ. പ്ലെയിൻ സേഫായിട്ട് ലണ്ടനിൽ ഇറങ്ങി എന്ന് പറയാൻ ദ പ്ലെയിൻ ടച്ച്ഡ് ഡൗൺ സേഫ്ലി ഇൻ ലണ്ടൻ. അപ്പോൾ ടച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് ടച്ച്ഡ്. ദ പ്ലെയിൻ ടച്ച്ഡ് ഡൗൺ സേഫ്ലി ഇൻ ലണ്ടൻ. അടുത്ത് പഠിക്കുന്നത് സിറ്റ് ഡൗൺ. ഇരിക്കൂ, കസേരയിൽ ഇരിക്കൂ എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബാണ് സിറ്റ് ഡൗൺ. ടു ടേക്ക് എ സീറ്റ് എന്നാണ് അർത്ഥം. ഇരിക്കൂ എന്നിട്ട് റിലാക്സ് ചെയ്യൂ എന്ന് പറയാൻ പ്ലീസ് സിറ്റ് ഡൗൺ ആൻഡ് റിലാക്സ്. അപ്പോൾ എഴുന്നേക്കൂ എന്ന് പറയാൻ സ്റ്റാൻഡ് അപ്പ്. എഴുന്നേക്കുക എന്ന് വെച്ചാൽ ഉണരുകയല്ല, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുക, സ്റ്റാൻഡ് അപ്പ്. ടീച്ചർ വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു. എങ്ങനെ പറയും? എവ്രി വൺ സ്റ്റുഡ് അപ്പ്. എഴുന്നേറ്റു, സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ടെൻസ് സ്റ്റുഡ്. എവ്രി വൺ സ്റ്റുഡ് അപ്പ്. എപ്പോൾ? വെൻ ദ ടീച്ചർ കെയിം ഇൻ. അകത്ത് വന്നപ്പോൾ വെൻ ദ ടീച്ചർ കെയിം ഇൻ. അടുത്തത് പിക്ക് അപ്പ്. അതിൻ്റെ അർത്ഥം എന്താ? നിലത്ത് കിടക്കുന്ന എന്തെങ്കിലും സാധനം എടുക്കുന്നതിനാണ് പിക്കപ്പ് എന്ന് പറയാം. നിലത്ത് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് സർഫസിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനെ എടുക്കുന്നതിന് പിക്കപ്പ് എന്ന് പറയാം. ആ പുസ്തകം ഒന്ന് എനിക്ക് എടുത്തു തരാൻ പറ്റുമോ? എങ്ങനെ പറയും? ക്യാൻ യു പിക്ക് അപ്പ് ദാറ്റ് ബുക്ക് ഫോർ മീ. എനിക്ക് വേണ്ടിയിട്ട്, ഫോർ മീ. വേറൊരർത്ഥം പിക്കപ്പിനുള്ളത്, ഒരു ആളെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ കാറിൽ പോയിട്ട് കുട്ടീനെ കൊണ്ടുവരുന്നതിന് പിക്കപ്പ് ചെയ്യുക എന്ന് പറയും. നമ്മൾ പൊതുവെ പറയാറില്ലേ സ്കൂളിൽ കുട്ടികളെ പിക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെ. അത് തന്നെ അർത്ഥം പിക്കപ്പ്. ഞാൻ നിന്നെ 5 മണിക്ക് പിക്കപ്പ് ചെയ്യാം. എങ്ങനെ പറയൂ? ഐ പിക്ക് യു അപ്പ് അറ്റ് 5 PM. ഇവിടെ കണ്ടോ, ഐ പിക്കപ്പ് യു എന്ന് പറയില്ല. ഈ ആരെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത്, ആ വസ്തു ആ പിക്കിൻ്റെ അപ്പിൻ്റെ ഇടയിൽ കിടക്കണം. ഐ പിക്ക് യു അപ്പ് അറ്റ് 5 PM. അപ്പോൾ നമ്മൾ പിക്കപ്പിൻ്റെ ഓപ്പോസിറ്റ് പോലെ കരുതാവുന്ന ഒരു വാക്കാണ് ഡ്രോപ്പ് ഓഫ്. എന്നുവെച്ചാൽ ഒരാളെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവിടെ അവരെ വിടുന്നതിനെ ഡ്രോപ്പ് ഓഫ് എന്ന് പറയാം. എസ്പെഷ്യലി ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമ്മൾ ആൾക്കാരെ അവർക്ക് പോകേണ്ട സമയമാകുമ്പോൾ കൊണ്ടുവിടില്ലേ, അതിന് ഡ്രോപ്പ് ഓഫ് ചെയ്യാമെന്ന് പറയും. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ ഞാൻ കുട്ടീനെ കൊണ്ടുവിട്ടു എന്ന് പറയാൻ ഐ ഡ്രോപ്ഡ് ഓഫ് മൈ സൺ അറ്റ് സ്കൂൾ, അല്ലെങ്കിൽ മൈ ഡോട്ടർ അറ്റ് സ്കൂൾ. എൻ്റെ മോനെ ഞാൻ സ്കൂളിൽ വിട്ടു. ഐ ഡ്രോപ്ഡ് ഓഫ് മൈ സൺ അറ്റ് സ്കൂൾ. അടുത്തത് പഠിക്കുന്നത് റൺ ഔട്ട്, അല്ലെങ്കിൽ റൺ ഔട്ട് ഓഫ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇനി ആ സാധനം ഒട്ടും ബാക്കിയില്ല എന്നാണ് അർത്ഥം. പാല് തീർന്നു എന്ന് പറയില്ല, അതർത്ഥം. പാല് തീർന്നു എന്ന് പറയാൻ വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. ഞങ്ങൾക്ക് പാലില്ല, തീർന്നു പോയി. വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. അപ്പോൾ റാൻ ഔട്ട് ഓഫ് സംതിങ്, വി റാൻ ഔട്ട് ഓഫ് മിൽക്ക്. അടുത്തത് ഗെറ്റ് ഇൻ. എന്തെങ്കിലും ഒരു മുറിയോ അല്ലെങ്കിൽ ഒരു വണ്ടിയോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന തന്നെയാണ് ഗെറ്റ് ഇൻ എന്ന് പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കാറ് അങ്ങനെ ഇരുന്ന് പോകാവുന്ന വണ്ടികളാവുമ്പം ഗെറ്റ് ഇൻ ഉപയോഗിക്കും. പക്ഷേ നിന്ന് പോകാവുന്ന, ഇരിക്കാനും നിൽക്കാനും പറ്റുന്ന സംഭവങ്ങളില്ലേ, ഇപ്പോൾ എയർപ്ലെയിൻ അല്ലെങ്കിൽ ട്രെയിൻ, ബസ്, അവിടെ നമ്മൾ ഗെറ്റ് ഇൻ എന്ന് പറയില്ല, ഗെറ്റ് ഓൺ എന്നാണ് പറയുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. കാറാവുമ്പോൾ ഗെറ്റ് ഇൻ, ഇരുന്ന് മാത്രം പോകാവുന്നതാകുമ്പം ഗെറ്റ് ഇൻ. അപ്പോൾ അവൻ കാറിൽ കയറി ഓടിച്ചു പോയി. എങ്ങനെ പറയും? ഹി ഗോട്ട് ഇൻ ദ കാർ ആൻഡ് ഡ്രോവ് അവേ. വണ്ടി ഓടിച്ചു പോയി. ടു ഡ്രൈവ് അവേ എന്ന് വെച്ചാൽ ഓടിച്ചു പോവുക. അപ്പോൾ പോയി എന്ന് പറയാൻ ഹി ഗോട്ട് ഇൻ ദ കാർ ആൻഡ് ഡ്രോവ് അവേ. ഇനി ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാലോ, ഈ പറഞ്ഞ കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുക അല്ലേ. ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ്, ഒരു റൂമോ അല്ലെങ്കിൽ ഒരു കാറോ അതിനുള്ളിൽ നിന്നൊക്കെ പുറത്ത് കിടക്കുന്നതിന് ഗെറ്റ് ഔട്ട് ഓഫ് സംതിങ് എന്ന് പറയാം. അവൾ ടാക്സിയിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങി. എങ്ങനെ പറയും? ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ ടാക്സി ക്വിക്ക്ലി. ഞാൻ പറഞ്ഞില്ലേ ക്വിക്ക്ലി എന്ന് പറയരുത്, നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചായിരിക്കും ക്വിക്ക്ലി എന്ന് പറയാൻ. ക്യൂവിന് പകരം KW എന്ന് വിചാരിക്കുക, അതാണ് അവിടെ ഉള്ള വാക്ക് എന്ന് വിചാരിക്കുക. ക്വിക്ക്ലി, ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ ടാക്സി ക്വിക്ക്ലി. ഈവൻ കാറാണെങ്കിൽ ഇത് തന്നെ പറയാം, ഷീ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ ക്വിക്ക്ലി. അടുത്തത് വാക്ക് ഔട്ട് ഓഫ്. അതിൻ്റെ അർത്ഥം എന്താ?
ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് പോകുന്നതിനാണ് വാക്ക് ഔട്ട് ഓഫ് സം പ്ലേസ് എന്ന് പറയാം. അവൻ മീറ്റിംഗിൽ നിന്ന് ദേഷ്യം പിടിച്ച് പോയി, പെട്ടെന്ന് പോയി അങ്ങനെ പറയണമെങ്കിൽ ഹി വാക്ക്ഡ് ഔട്ട് ഓഫ് ദ മീറ്റിംഗ്. മീറ്റിങ്ങിൽ ചിലപ്പോൾ ഇയാളെ പുറത്താക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ പോയി മീറ്റിംഗ്. ഹി വാക്ക്ഡ് ഔട്ട് ഓഫ് ദ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ ഡെയിലി ഉള്ള കുറച്ച് കാര്യം, ദിനചര്യയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചു. അടുത്തത് കമ്മ്യൂണിക്കേഷനും സോഷ്യൽ ലൈഫിനും പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ആദ്യത്തേത് സ്പീക്കപ്പ്. അതിൻ്റെ അർത്ഥം എന്താ? ഉറക്കെ സംസാരിക്കുക. കുറച്ച് ഉറക്കെ സംസാരിക്കുമെങ്കിൽ കേൾക്കണില്ല, അങ്ങനെ പറയാം. ക്യാൻ യു സ്പീക്ക് അപ്പ്? ഐ കാൺട്ട് ഹിയർ യു. ക്യാൻ യു സ്പീക്ക് അപ്പ്? സ്പീക്ക് അപ്പ് എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയൂ. ക്യാൻ യു സ്പീക്ക് അപ്പ്? ഐ കാൺട്ട് ഹിയർ യു. എനിക്ക് നിങ്ങളെ കേൾക്കാൻ പറ്റണില്ല. ഇനി വേറൊരെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഷട്ട് അപ്പ്. ഷട്ട് അപ്പ് എന്ന് വെച്ചാൽ മിണ്ടാണ്ടിരിക്കാൻ. പക്ഷേ വളരെ റൂഡായിട്ട് പറയുന്നതാണ് അല്ലേ. നമുക്ക് നല്ല പൊലൈറ്റായിട്ട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഫ്രേസൽ വേർബാണ് ഷട്ട് അപ്പ്. നമ്മളൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുക, നല്ല ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ, എടാ നിനക്കറിയോ ഇവൻ എന്നിട്ട് അവിടെ പോയി, നമ്മളങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാം ഇനി എന്താ സംഭവിക്കുകയെന്ന് നമ്മുടെ വേറൊരു ഫ്രണ്ട് എടുത്ത്. അപ്പോൾ അപ്പുറത്തേക്കുന്ന ഫ്രണ്ടിനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, കാണാൻ സമ്മതിക്കാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അപ്പോൾ ആ ഫ്രണ്ട് എന്താ പറഞ്ഞേ? ഷട്ടപ്പെന്ന്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ എനിക്ക് വിഷമമായി. അപ്പോൾ ഞാൻ പറയാം, അവൻ എന്നോട് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു മൂവിയിൽ, ആ മൂവി നടക്കുന്ന സമയത്ത്. എങ്ങനെ പറയും? രണ്ട് കാര്യങ്ങൾ പഠിക്കാണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. ഹി ടോൾഡ് മീ, കേട്ടോ, ടോൾഡ് ടു മീ അല്ല, ഹി ടോൾഡ് മീ എന്ത്? ടു ഷട്ട് അപ്പ്, മിണ്ടാതിരിക്കാൻ. എപ്പോൾ? ഡ്യൂറിങ് ദ മൂവി. നമ്മൾ ഇന്നൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം, മൂവി അല്ലെങ്കിൽ മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഡ്യൂറിങ് ദ മൂവി അല്ലെങ്കിൽ ഡ്യൂറിങ് ദ മീറ്റിംഗ്. പക്ഷേ ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുകയാണെങ്കിൽ വൈൽ ഐ വാസ് ഡ്രൈവിങ്, അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഡ്യൂറിങ്ങും വൈലും ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാറുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ. അത് എൻ്റെ ഷോർട്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഓരോ ഷോർട്സിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരാറുണ്ട് കേട്ടോ. അടുത്തത് ബ്രിങ് അപ്പ്. എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്, ആ ടോപ്പിക്ക് കൊണ്ടുവരിക, അതാണ് ബ്രിങ് അപ്പ്. നമ്മൾ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊളിറ്റിക്സ് അതിനെക്കുറിച്ച് അവൾ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയാൻ ഷീ ബ്രോട്ട് അപ്പ് പൊളിറ്റിക്സ് അറ്റ് ഡിന്നർ. അപ്പോൾ ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട്. അപ്പോൾ ഷീ ബ്രോട്ട് അപ്പ് പൊളിറ്റിക്സ് അറ്റ് ഡിന്നർ. ആർക്കാണിപ്പോൾ ഇതൊക്കെ പോളണ്ടിനെ കുറിച്ച് മിണ്ടരുതെന്നൊക്കെ പറഞ്ഞാൽ അവളാണത് തുടങ്ങിയത്. ഷീ ബ്രോട്ട് അപ്പ് പൊളിറ്റിക്സ് അറ്റ് ഡിന്നർ. അടുത്തത് ടോക്ക് ഓവർ. എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ സിറ്റുവേഷൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ലെറ്റ്സ് ടോക്ക് ഇറ്റ് ഓവർ. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതാണ് ടോക്ക് ഓവർ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുമ്പോൾ ടോക്ക് ഓവർ ഇറ്റല്ല, ടോക്ക് ഇറ്റ് ഓവർ. ലെറ്റ്സ് ടോക്ക് ഇറ്റ് ഓവർ ബിഫോർ ഡിസൈഡിങ്. തീരുമാനിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കട്ട് ഓഫ്. എന്താ അർത്ഥം? ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഇടയിൽ കയറി സംസാരിക്കില്ലേ അല്ലെങ്കിൽ ഇൻട്രപ്റ്റ് ചെയ്യില്ലേ, അതിന് കട്ട് ഓഫ് എന്ന് പറയും. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ എൻ്റെ ഇടയിൽ കയറി സംസാരിച്ചു, എങ്ങനെ പറയും? ഹി കട്ട് മീ ഓഫ് വൈൽ ഐ വാസ് ടോക്കിംഗ്. കണ്ടോ, ഡ്യൂറിങ് ഐ വാസ് ടോക്കിംഗ് അല്ല, വൈൽ ഐ വാസ് ടോക്കിംഗ്. ഞാൻ ഇന്നൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ വൈൽ എന്നാണ് ഉപയോഗിക്കുക കേട്ടോ. ഹി കട്ട് മീ ഓഫ് വൈൽ ഐ വാസ് ടോക്കിംഗ്. സ്പീക്ക് ഔട്ട്. എന്താ അർത്ഥം? നമ്മുടെ അഭിപ്രായം വ്യക്തവും ശക്തവുമായി പ്രകടിപ്പിക്കുക, അതിനാണ് എക്സ്പ്രസ് ചെയ്യുക, അതിനാണ് സ്പീക്ക് ഔട്ട് എന്ന് പറയാം. എന്തെങ്കിലും ഒരു കാര്യം അന്യായം നടന്നു, അപ്പോൾ ആ അന്യായത്തിനെതിരെ അവൾ സംസാരിച്ചു, അപ്പോൾ നല്ല ശക്തമായി സംസാരിച്ചു. അപ്പോൾ എങ്ങനെ പറയാം? ഷി സ്പോക്ക് ഔട്ട് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അന്യായം, അന്യായമായ എന്തെങ്കിലും ആണെങ്കിൽ ഇൻജസ്റ്റിസ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ന്യായം, ഇൻജസ്റ്റിസ് അന്യായമായത്. ഷി സ്പോക്ക് ഔട്ട് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അടുത്തത് ചൈം ഇൻ. എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു സംഭാഷണം നടക്കുമ്പം അതിലേക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുക, കുറച്ച് ബ്രീഫായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര നീളത്തിലല്ല, എന്തെങ്കിലും ഒരു കാര്യം കൂടെ അതിനെ ആഡ് ചെയ്യുക ഒരു കോൺവെർസേഷൻ നടക്കുമ്പോൾ, അതിനാണ് ചൈം ഇൻ എന്ന് പറയുക. ഞാൻ എൻ്റെ കാര്യം അവിടെ പറഞ്ഞു, എൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ അവിടെ അവതരിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ചൈംഡ് ഇൻ വിത്ത് മൈ ഒപ്പീനിയൻ. അപ്പോൾ ഈ ചൈമിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് കുറേ നീണ്ട പ്രഭാഷണം നടത്തിയതിന് ചൈമിൻ എന്ന് പറയില്ല, നമ്മളത് ബ്രീഫായിട്ട് പറഞ്ഞു എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. ഐ ചൈംഡ് ഇൻ വിത്ത് മൈ ഒപ്പീനിയൻ. ഗോ ഓൺ അബൌട്ട് സംതിങ്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു കാര്യത്തെക്കുറിച്ച് കുറേ സംസാരിക്കുക, മിക്കവാറും കുറേ പ്രാവശ്യം സംസാരിക്കുകയും ചെയ്യും, അതിനാണ് നമ്മൾ
ഗോ ഓൺ അബൌട്ട് സംതിങ് എന്ന് പറയാം. അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. ഒരു തവണ പറയുമ്പോൾ തന്നെ കുറേ നീളത്തിലങ്ങനെ സംസാരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ആണെങ്കിലോ, അപ്പോൾ അതിനാണ് നമ്മൾ ഗോ ഓൺ അബൌട്ട് സംതിങ്. അപ്പോൾ ചില ആൾക്കാർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നാൽ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരാൾ ഇങ്ങനെ പോയി, അപ്പോൾ ഹി വെൻറ്റ് ഓൺ അബൌട്ട് ഹിസ് വെക്കേഷൻ മണിക്കൂറുകളോളം, ഫോർ hours അല്ലേ. അവർ പോയി അത് കഴിഞ്ഞ് ഇത് കണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഹി വെൻറ്റ് ഓൺ, കണ്ടോ, ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റ്. അപ്പോൾ ഹി വെൻറ്റ് ഓൺ അബൌട്ട് ഹിസ് വെക്കേഷൻ ഫോർ hours, മണിക്കൂറുകളോളം എന്ന് പറയാൻ ഫോർ hours. ഇതിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഹവേഴ്സ് അല്ല, എച്ച് സൈലൻ്റ് ആണ്, ഫോർ hours. അടുത്തത് ഹാങ് ഔട്ട്. അർത്ഥം എന്താ? ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ റിലാക്സ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യുന്നതിനാണ് ടു ഹാങ് ഔട്ട് എന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ മോളിൽ അങ്ങനെ പോയിരുന്നു ഫ്രണ്ട്സിനോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എന്ന് പറയണമെങ്കിൽ വി ഹാങ്ങിൻ്റെ പാസ്റ്റ് ഹങ്. വി ഹങ് ഔട്ട് അറ്റ് ദ മോൾ യെസ്റ്റർഡേ. വി ഹങ് ഔട്ട് അറ്റ് ദ മോൾ യെസ്റ്റർഡേ. ഓക്കെ. അടുത്തത് ഡ്രോപ്പ് ബൈ. എന്താ അർത്ഥം? നമ്മൾ ഫോർമലി അല്ലാണ്ട്, ഔദ്യോഗികമായിട്ടല്ലാണ്ട് നമ്മൾ ആരെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യുന്നതിന് ഡ്രോപ്പ് ബൈ എന്ന് പറയാം. അവൾ എൻ്റെ വീട്ടിൽ വന്നു, ഒരു കാപ്പിയൊക്കെ കുടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ ഡ്രോപ്ഡ് ബൈ മൈ ഹൗസ് ഫോർ കോഫി. അതിൻ്റെ അർത്ഥം അവൾക്ക് വീട്ടിൽ കാപ്പി ഇല്ലാണ്ട് എൻ്റെ വീട്ടിൽ വന്ന് കാപ്പി കുടിച്ച് പോയി എന്നല്ല, ഒന്ന് സന്ദർശിച്ചു എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കാഷ്വലായിട്ട് സന്ദർശിച്ചു. അവർ നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അങ്ങനെ വളരെ ക്ലോസ് ആയ ആരെങ്കിലും കേട്ടോ. വലിയ ഔദ്യോഗികമായ ഒരു വിസിറ്റിന്, ഇപ്പോൾ പ്രസിഡൻറ്റ് വന്നിട്ട് വേറെ രാജ്യത്തെ പ്രൈം മിനിസ്റ്ററെ കണ്ടു എന്നൊക്കെ പറയാൻ വേണ്ടി ഡ്രോപ്പ് ബൈ എന്ന് ഉപയോഗിക്കില്ല, അത് പ്രത്യേകം നോക്കണേ. ഷീ ഡ്രോപ്പ് ബൈ മൈ ഹൗസ് ഫോർ കോഫി. അടുത്തത് ഷോ അപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവുക. നമ്മൾ ഇപ്പോൾ ഇന്നൊരു സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞാൽ ഷോ അപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ നമ്മൾ പാർട്ടിക്കൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ വന്നില്ല എന്ന് പറയില്ലേ, ഹി ഡിഡിൻറ്റ് ഷോ അപ്പ് ടു ദ പാർട്ടി. ഹി ഡിഡിൻറ്റ് ഷോ അപ്പ് ടു ദ പാർട്ടി. പാർട്ടിക്ക് വന്നില്ല, വിളിച്ചാൽ വന്നില്ല. മനസ്സിലായോ? അടുത്തത് ക്യാച്ചപ്പ്. യൂഷ്വലി ക്യാച്ചപ്പ് വിത്ത് സമ്മൺ എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുക. എന്നുവെച്ചാൽ നമ്മൾ ഒരു സുഹൃത്തിനെയൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് പരിചയമുള്ളവരെ കുറേ കാലമായിട്ട് കണ്ടില്ലെങ്കിൽ നമ്മൾ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അയ്യോ എന്തൊക്കെയോ പിന്നെ നടന്നതിൻ്റെ ജീവിതത്തിലൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ന്യൂസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക, റീകണക്ട് ചെയ്യുക, അതിനാണ് ക്യാച്ചപ്പ് എന്ന് പറയാം. ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, കുറച്ച് നേരം പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് എന്നൊക്കെ പറയണമെങ്കിൽ ഐ കോട്ട് അപ്പ്. ക്യാച്ചിൻ്റെ പാസ്റ്റ് ടെൻസ് കോട്ട്. ഐ കോട്ട് അപ്പ് വിത്ത് എൻ ഓൾഡ് ഫ്രണ്ട്, പഴയൊരു ഫ്രണ്ട് ടുഡേ. ഞാൻ ഇന്ന് എൻ്റെ ഒരു പഴയൊരു ഫ്രണ്ട് ഉണ്ട്, ആളായിട്ടൊന്ന് കൂടി. ഐ കോട്ട് അപ്പ് വിത്ത് എൻ ഓൾഡ് ഫ്രണ്ട് ടുഡേ. ഇനി ചെക്ക് ഇൻ. ചെക്ക് ഇൻ ഓൺ സമ്മൺ എന്ന് ഉപയോഗിക്കും. എന്താർത്ഥം? ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുക, അല്ലെങ്കിൽ അസുഖം പിടിച്ച് കിടക്കുക, അല്ലെങ്കിൽ ഇത്തിരി പ്രായമായിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കില്ലേ, എങ്ങനെയൊക്കെ ഉണ്ട്, സുഖമല്ലേ എന്നൊക്കെ അന്വേഷിക്കില്ലേ. അങ്ങനെ പോയി അന്വേഷിക്കുന്നതിനാണ് ടു ചെക്ക് ഇൻ ഓൺ സമ്മൺ എന്ന് പറയാം. ഇപ്പം നമ്മുടെ മുത്തശ്ശി, ആളെ ഒന്ന് പോയി കണ്ട് സുഖമാണോ എന്ന് അന്വേഷിച്ചു. അപ്പോൾ ഐ ചെക്ക്ഡ് ഇൻ ഓൺ ഗ്രാൻഡ് മാ ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വന്നു, ആളെ സുഖമല്ലേ എന്ന് അന്വേഷിച്ചിട്ട് വന്നു. ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും സിക്കായ ആൾക്കാരെ അല്ലെങ്കിൽ വയസ്സായ ആൾക്കാരെയൊക്കെ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലിരിക്കുന്ന ആൾക്കാരാണെങ്കിലൊക്കെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യും അവരെ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഐ ചെക്ക്ഡ് ഇൻ ഓൺ സമ്മൺ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതിൻ്റെ പ്രെപ്പോസിഷൻസും ഫ്രേസൽ വെർബ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ചെക്ക്ഡ് ഇൻ ഗ്രാൻഡ് മാ എന്ന് പറയരുത്, ഐ ചെക്ക്ഡ് ഇൻ അത് ഒരുമിച്ച് വരും. ഓൺ ഗ്രാൻഡ് മാ ദിസ് മോർണിംഗ്. ഓക്കെ. അപ്പോൾ ഇൻ ഓൺ ഒക്കെ ഒരുമിച്ച് വരുമെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഒരു കുട്ടൻസ്. ഈ ചെക്ക്ഡ് ഇൻ എന്ന് പറഞ്ഞാൽ ഒരു വേർബ് പോലെയാണ്, അല്ലേ, ഫ്രേസൽ വേർബാണിത്. അപ്പോൾ ഉപയോഗിക്കുമ്പോൾ ചെക്ക്ഡ് ഇൻ ഓൺ സമ്മൺ. ഓക്കെ. അടുത്തത് കോൾ ഓഫ്. എന്നർത്ഥം ക്യാൻസൽ ചെയ്യുക എന്നുള്ള അർത്ഥമാണ് ടു കോൾ ഓഫ് സംതിങ്. അവർ വെഡ്ഡിങ് കോൾ ഓഫ് ചെയ്തു അങ്ങനെ പറയും. ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞതിന് ദേ കോൾഡ് ഓഫ് ദ വെഡ്ഡിങ്. വേണ്ടാന്ന് വെച്ചു. എന്താ ചെക്കന് ഇനി പഠിക്കാൻ പോകണം, പെൺകുട്ടിക്ക് ഈ എന്താ പറയുക 2 വർഷം കഴിഞ്ഞിട്ട് മതി കല്യാണം എന്ന് പറഞ്ഞു. ശരി, എന്നപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് ക്യാൻസൽ ചെയ്തു. ദേ കോൾഡ് ഓഫ് ദ വെഡ്ഡിങ്. അടുത്തത് പുട്ട് ഓഫ്. എന്താ അർത്ഥം? പോസ്റ്റ്പോൺ ചെയ്യാന്ന് പറയില്ലേ, ഡിലേ ചെയ്യാന്ന് പറയില്ലേ, അതിനാണ് പുട്ട് ഓഫ് എന്ന് പറയാം. മീറ്റിംഗ് നമുക്കിനി മൺഡേ നടത്താം, ഇനിയിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തു മൺഡേ വരെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയും? വി പുട്ട് ഓഫ് ദ മീറ്റിംഗ് അൺടിൽ മൺഡേ. വി പുട്ട് ഓഫ് ദ മീറ്റിംഗ് അൺടിൽ മൺഡേ. മൺഡേ വരെ ഇനി ഇത് മീറ്റിംഗ് വെക്കേണ്ടെന്ന് തീരുമാനിച്ചു, അപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തു, മൺഡേ ചെയ്യാം. ടേൺ ഡൗൺ. എന്താ അർത്ഥം? നമ്മൾ വേണ്ടാന്ന് വെക്കില്ല, റെഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അതാണ് ടേൺ ഡൗൺ. നല്ലൊരു ജോലിയുടെ ഓഫർ കിട്ടിയതാണ്, അവൻ വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പറയും ഹി ടേൺഡ് ഡൗൺ
ദ ജോബ് ഓഫർ. അപ്പോൾ ടേണിൻ്റെ പാസ്റ്റ് ടെൻസ് ടേൺഡ്, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു, പാസ്റ്റ് ടെൻസ് ആയി. അപ്പോൾ ഹി ടേൺഡ് ഡൗൺ ദ ജോബ് ഓഫർ. അടുത്തത് കം അപ്പ് വിത്ത്. എന്താർത്ഥം? എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ പ്ലാനിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. ഒരു പ്രശ്നമുണ്ട് നമ്മുടെ പ്രോജക്റ്റിൽ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഇന്ന ദിവസം നമുക്ക് തീരില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ നല്ലൊരു സൊല്യൂഷനായിട്ട് വന്നു. ഷി കെയിം അപ്പ് വിത്ത് എ ഗ്രേറ്റ് സൊല്യൂഷൻ. എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പ്ലാനിനെ കുറിച്ച് ചിന്തിച്ച് അത് മുന്നോട്ടേക്ക് വരുന്നതിന് ഷി കെയിം അപ്പ് വിത്ത് എ ഗ്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയാം. അടുത്തത് ഫൈൻഡ് ഔട്ട്. കണ്ടുപിടിക്കുക, അതാണ് അർത്ഥം. ടു ഡിസ്കവർ സംതിങ് എന്നൊക്കെ പറയാം. അവൻ കള്ളം പറയാമെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഐ ഫൗണ്ട് ഔട്ട് എന്ത്? ഹി വാസ് ലൈയിങ്. കള്ളം പറയായിരുന്നു എന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഐ ഫൗണ്ട് ഔട്ട് ഹി വാസ് ലൈയിങ്. അടുത്തത് ലുക്ക് ഇൻ ടു. അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക, അതിനാണ് ലുക്ക് ഇൻ ടു സംതിങ് എന്ന് പറയുക. ഇപ്പോൾ പൈപ്പൊക്കെ ലീക്കാണ്, പുതിയ പൈപ്പ് വന്ന് ഫിറ്റ് ചെയ്തതാണ്. എന്താണ് ഇതൊക്കെ ലീക്കായെന്ന് ആ ഫിറ്റ് ചെയ്ത ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ അത് നോക്കുക ഇപ്പോൾ എന്ന് പറയില്ലേ, അത് തന്നെ. അവർ പരിശോധിക്കുക. ദേ ആർ ലുക്കിംഗ് ഇൻ ടു ദ പ്രോബ്ലം നൗ. ദേ ആർ ലുക്കിംഗ് ഇൻ ടു ദ പ്രോബ്ലം നൗ. ലുക്ക് ഇൻ ടു സംതിങ്. ഓക്കെ. അടുത്തത് ഗെറ്റ് ടുഗെദർ. അർത്ഥം എന്താ? ഒരു ഗെറ്റ് ടുഗെദർ വെച്ചു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് തന്നെ. ഒരു മീറ്റ് ചെയ്യുക എല്ലാവരെയും സോഷ്യലി, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒന്ന് ഗ്യാദർ ചെയ്യുക, അതാണ് ഗെറ്റ് ടുഗെദർ. നമുക്ക് വീക്കെൻഡ് എല്ലാവരും കൂടെ ഒന്ന് കൂടിയാലോ എന്ന് പറയണമെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് ടുഗെദർ ദിസ് വീക്കെൻഡ്. 2 വാക്കാണ് ഗെറ്റ് ടുഗെദർ. ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറയുന്ന രീതിയിലാണ് പറയുക. നമുക്കൊന്ന് എല്ലാവർക്കും കൊണ്ടൊന്ന് കൂടാം. ലെറ്റ്സ് ഗെറ്റ് ടുഗെദർ ദിസ് വീക്കെൻഡ്. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഇതിൽ നമ്മൾ കൂടുതൽ വർക്ക്, സ്റ്റഡി, പിന്നെ കുറച്ച് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക, അതിനെക്കുറിച്ച് ബന്ധപ്പെട്ട ഫ്രേസൽ വെർബ്സ് പഠിക്കാം. ആദ്യത്തത് സെറ്റ് അപ്പ്. എന്താർത്ഥം? അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങുക, അതിനൊക്കെയാണ് സെറ്റപ്പ് എന്ന് പറയാം. ഞങ്ങൾ പ്രോജക്റ്റ് കഴിഞ്ഞ ആഴ്ച ഓർഗനൈസ് ചെയ്തു, അറേഞ്ച് ചെയ്തു, അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നൊക്കെ പറയണമെങ്കിൽ വി സെറ്റ് അപ്പ് ദ ന്യൂ പ്രോജക്റ്റ് ലാസ്റ്റ് വീക്ക്. അടുത്തത് ടേൺ ഓൺ. കുറേ അർത്ഥങ്ങളുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ഡിവൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ടേൺ ഓൺ എന്ന് പറയും അല്ലേ. കമ്പ്യൂട്ടർ ഒന്ന് ഓൺ ചെയ്തേ, പ്ലീസ് ടേൺ ഓൺ ദ കമ്പ്യൂട്ടർ. സ്റ്റാർട്ട് ദ കമ്പ്യൂട്ടർ എന്നൊന്നും പൊതുവെ ആരും ഉപയോഗിക്കില്ല കേട്ടോ. പ്ലീസ് ടേൺ ഓൺ ദ ടി വി, അല്ലെങ്കിൽ പ്ലീസ് ടേൺ ഓൺ യുവർ ഫോൺ. സ്വിച്ച് ഓഫായി കിടക്കുകയാണെങ്കിൽ ടേൺ ഓൺ, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ എന്നൊക്കെ പറയാം. അടുത്ത് ടേൺ ഓഫ്. അർത്ഥം അറിയണ്ടാവുമല്ലോ. ആ ഡിവൈസ് സ്റ്റോപ്പ് ചെയ്യാം. ലൈറ്റ് ഓഫ് ചെയ്യാൻ മറക്കരുത്. എങ്ങനെ പറയും? ഡോണ്ട് ഫർഗെറ്റ് ടു ടേൺ ഓഫ് ദ ലൈറ്റ്സ്. ലൈറ്റ്സ് ഓഫ് ചെയ്യുക, ടേൺ ഓഫ്. എന്ത് സാധനം വേണമെങ്കിലും ആവാം, ലൈറ്റ്സ് ആവാം, അല്ലെങ്കിൽ ഫോണാവാം, കമ്പ്യൂട്ടർ ആവാം, എന്ത് വേണമെങ്കിലും ടേൺ ഓഫ് ചെയ്യുക. എന്തെങ്കിലും ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു ഡിവൈസോ സ്റ്റോപ്പ് ചെയ്യുക. അടുത്തത് ലോഗിൻ. ലോഗ് ഇൻ 2 വാക്കുകളാണേ. നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് പൊതുവെ പാസ്വേഡും യൂസർ നെയിമും ഒക്കെ അടിച്ച് കയറില്ലേ. നിങ്ങൾ ബാങ്കിൻ്റെ ഓൺലൈൻ പോർട്ടലിലൊക്കെ കയറുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നമ്മൾ ലോഗിൻ ചെയ്യാമെന്നാണ് പറയുക. പാസ്വേഡും യൂസർ നെയിം ഒക്കെ അടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഞാനെൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി ലോഗിൻ ചെയ്തു എന്നിങ്ങനെ പറയും. ഐ ലോഗ്ഡ് ഇൻ. എന്തിനു വേണ്ടിയിട്ട്? ടു ചെക്ക് മൈ ഇമെയിൽ. എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലോഗിൻ ചെയ്തു. ഐ ലോഗ്ഡ് ഇൻ കേട്ടോ. LOGGED പാസ്റ്റ് ടെൻസ് വേണേ. ഐ ലോഗ്ഡ് ഇൻ ടു ചെക്ക് മൈ ഇമെയിൽ. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ലോഗ് ഔട്ട്. ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ ലോഗിൻ ചെയ്ത സ്ഥലത്തു നിന്ന് പുറത്തിറങ്ങുക. നമ്മുടെ പാസ്വേഡ് യൂസർ നെയിം കൊടുത്ത സ്ഥലത്ത് അത് ലോഗ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ചെയ്യാം. കഴിഞ്ഞ ശേഷം ലോഗ് ഔട്ട് ചെയ്യണേ. എപ്പോഴും അങ്ങനെ ചെയ്യണം. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വേറെ ആരുടെയെങ്കിലും സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക്കായിട്ടുള്ള സിസ്റ്റത്തിലൊക്കെ ലോഗിൻ ചെയ്യുക. എൻ്റെ ഇമെയിലോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലൊക്കെ കയറാൻ വേണ്ടി ലോഗിൻ ചെയ്താൽ എന്താ മറക്കരുത്? ലോഗ് ഔട്ട് ചെയ്യാൻ. ഓൾവേസ് ലോഗ് ഔട്ട് വെൻ യു ആർ ഡൺ. യു ആർ ഡൺ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത് തീരുക. ഐ എം ഡൺ. വെൻ യു ആർ ഡൺ, നിങ്ങൾ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ലോഗ് ഔട്ട്. ഓൾവേസ് ലോഗ് ഔട്ട് വെൻ യു ആർ ഡൺ. അടുത്തത് ടേക്ക് ഓൺ. അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു വർക്കോ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റിയോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിനാണ് ടേക്ക് ഓൺ സംതിങ് എന്ന് പറയാം. ഈ മാസം അവൾ കുറേ ടാസ്ക്സ്, ജോലികൾ ഏറ്റെടുത്തു. ഷി ടുക്ക് ഓൺ മോർ ടാസ്ക്സ് ദിസ് മന്ത്. ഈ മാസം അവൾ കുറേയും കൂടെ ടാസ്ക് ഏറ്റെടുത്തു. അടുത്തത്, അപ്പോൾ ടേക്ക് ഓൺ സംതിങ്, റെസ്പോൺസിബിലിറ്റി എടുക്കുക. അടുത്തത് ഹാൻഡ് ഇൻ.
എന്നർത്ഥം എന്തെങ്കിലും ഒരു വർക്കോ അസൈൻമെൻറ്റോ ഒക്കെ സബ്മിറ്റ് ചെയ്തില്ലേ, അതിനാണ് ഹാൻഡ് എന്ന് പറയാം. ഞാൻ എൻ്റെ റിപ്പോർട്ട് ഇന്നലെ സബ്മിറ്റ് ചെയ്തു എന്ന് പറയണമെങ്കിൽ ഐ ഹാൻഡഡ് ഇൻ മൈ റിപ്പോർട്ട് യെസ്റ്റർഡേ. ഐ സബ്മിറ്റഡ് ഇൻ മൈ റിപ്പോർട്ട് എന്ന് പറയാം. പക്ഷേ വളരെ കോമൺ ആയിട്ട് ഫ്രേസൽ വേർബ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിലും വേറെ ആൾക്കാർ യൂസ് ചെയ്യുന്ന കേൾക്കും. അപ്പോൾ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. ഐ ഹാൻഡഡ് ഇൻ മൈ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഞാൻ കൊടുത്തു, സബ്മിറ്റ് ചെയ്തു. ഐ ഹാൻഡഡ് ഇൻ മൈ റിപ്പോർട്ട് യെസ്റ്റർഡേ. അടുത്തത് ടേക്ക് ഔട്ട്. എന്താ അർത്ഥം? പൈസ വിത്ഡ്രോ ചെയ്യുന്നതിന് ടേക്ക് ഔട്ട് എന്ന് പറയും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം റിമൂവ് ചെയ്യുന്നതിന്, മാറ്റുന്നതിനൊക്കെ നമ്മൾ ടേക്ക് ഔട്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു ലോൺ എടുക്കുന്നതിനൊക്കെ ടേക്ക് ഔട്ട് എന്ന് പറയും. അവൾ പഠിത്തത്തിന് വേണ്ടിയിട്ട് ലോൺ എടുത്തു, എങ്ങനെ പറയും? ഷി ടുക്ക് ഔട്ട് എ ലോൺ ഫോർ ഹർ സ്റ്റഡീസ്. പഠിത്തത്തിന് വേണ്ടിയിട്ട് ഷി ടുക്ക് ഔട്ട് എ ലോൺ. ഓക്കെ. പുട്ട് ഇൻ. അടുത്തത് പുട്ട് ഇൻ. പുട്ടിന് ഓർമ്മ വന്നു ആർക്കെങ്കിലും? എങ്ങനെ ഓർക്കാണ്ടിരിക്കും അല്ലേ? വേൾഡിൽ മുഴുവൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടായ ഒരു സമയമല്ലേ, എല്ലാ സ്ഥലത്തും ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടെ ശാന്തി സമാധാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ വളരെ നന്നായിരുന്നേ. എല്ലാവരും സഫർ ചെയ്യുന്നത് വളരെ കൂടിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മൾ പുട്ടിനെയൊക്കെ സ്മരിച്ചു പോവും. പുട്ടിൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും കുറേ ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ പുട്ടിൻ എന്താ അർത്ഥം? 2 വാക്കുകളാണേ. നമ്മുടെ പുട്ടിൻ്റെ ഒറ്റ വാക്കല്ലേ പുട്ടിൻ. ഇത് പുട്ട് ഇൻ. എന്തെങ്കിലും ഒരു കാര്യം കോൺട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കുക എന്തെങ്കിലും ഒരു കാര്യത്തിന്, അതിനാണ് പുട്ടിൻ എന്ന് പറയാം. ഈ പ്രോജക്റ്റിൽ അവൻ കുറേ സമയം ഇട്ടിട്ടുണ്ടെന്ന് പറയില്ല. ഹി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് ടൈം. ചിലപ്പോൾ എഫേർട്ട് ആണെങ്കിൽ ഹി പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട് ഓൺ ദിസ് പ്രോജക്റ്റ്. അടുത്തത് ക്യാച്ചപ്പ്. എസ്പെഷ്യലി ക്യാച്ചപ്പ് ഓൺ സംതിങ് ആണ് കേട്ടോ. എൻ്റെ അർത്ഥം എന്തെങ്കിലും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ മുഴുവിപ്പിച്ചില്ല എന്ന് വെച്ചോ, പിന്നെ അത് മുഴുവിപ്പിക്കാൻ വേണ്ടി നമ്മൾ പിന്നൊരു സമയത്ത് ചിലപ്പോൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യില്ലേ, അതിനുമാണ് നമ്മൾ ക്യാച്ചപ്പ് ഓൺ സംതിങ് എന്ന് പറയാം. ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ അത് മുഴുവൻ വായിച്ചില്ല, ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു, കുട്ടി കരഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറയണം, അയ്യോ എനിക്കത് ഒന്ന് തീർക്കണം. അപ്പോൾ ഐ നീഡ് ടു ക്യാച്ചപ്പ് ഓൺ മൈ റീഡിങ്. അടുത്തത് ഗോ ഓവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെക്ക് ചെയ്യുക ഒന്നുകൂടെ, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുക, അതിനാണ് ഗോ ഓവർ സംതിങ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ യൂറോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഭാര്യയോട് പറയാം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കണം കേട്ടോ, ഒന്ന് റിവ്യൂ ചെയ്യണം എന്ന് പറയാം. നമുക്ക് ഗോ ഓവർ ഉപയോഗിക്കും. ആദ്യം നമ്മൾ എവിടെ ജർമ്മനി ലാൻഡ് ചെയ്യാം, ഇവിടെ ബെർലിൻ ആണെങ്കിൽ വിനീനെ ഒന്ന് കാണാം, ഹായ് പറയാം, അതിന് ശേഷം നമുക്ക് സ്വിറ്റ്സർലാൻഡിലേക്ക് പോകാം എന്നൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഭാര്യയോട് പറയാം നമുക്ക് ഒന്നുകൂടെ നോക്കണം ഈ പ്ലാന്. ലെറ്റ്സ് ഗോ ഓവർ ദ പ്ലാൻ വൺ മോർ ടൈം. ഒരിക്കൽ കൂടെ നമുക്ക് പ്ലാൻ ഒന്ന് റിവ്യൂ ചെയ്യാം. ലെറ്റ്സ് ഗോ ഓവർ ദ പ്ലാൻ വൺ മോർ ടൈം. അടുത്തത് ലുക്ക് ഓവർ. അതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം എക്സാമിൻ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഇൻസ്പെക്റ്റ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് പരിശോധിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ലുക്ക് ഓവർ. അപ്പോൾ നമ്മുടെ മോള് വലിയൊരു കുട്ടിയുണ്ട്, അപ്പോൾ ഒരു നല്ലൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഒരു എസ്സേ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് പരിശോധിക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ക്യാൻ യു ലുക്ക് ഓവർ മൈ എസ്സേ എന്ന് പറയാം. ലുക്ക് ഓവറിന് ഇനിയും വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ, ഞാനിപ്പോൾ ഒരു അർത്ഥം ഇവിടെ പറയണേ ഉള്ളൂ. അടുത്തത് വർക്ക് ഔട്ട്. നമ്മൾ ഒരു വർക്ക് ഔട്ടിൻ്റെ മീനിങ് എന്താ? എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇവിടെ അതല്ല. നമ്മൾ പൊതുവെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സ്റ്റഡി അതിൻ്റെയൊക്കെ മേഖലയിലാണ് ഈ സെക്ഷൻ കവർ ചെയ്യണത്. അപ്പോൾ ഇവിടെ വർക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സക്സീഡ് ചെയ്യിപ്പിക്കുക, അതിനാണ് വർക്ക് ഔട്ട് എന്ന് പറയാം. ആൾക്കാർ തമ്മിൽ റിലേഷൻഷിപ്പ് വർക്ക് ഔട്ടായി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ വർക്ക് ഔട്ട് ആവുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ ഈ ബഡ്ജറ്റ് അല്ലേ, എന്തൊക്കെയാണ് എക്സ്പെൻഡിച്ചർ, എന്തൊക്കെയാണ് ചിലവ് വരിക എന്നൊക്കെ ആലോചിച്ചിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കില്ലേ, അത് ഞങ്ങൾ പരിശോധിച്ചു അതിനെ ഓക്കെ ആക്കി എന്ന് പറയാൻ വി വർക്ക്ഡ് ഔട്ട് ദ ബഡ്ജറ്റ് ടുഗെദർ. ഒരുമിച്ച് നോക്കിയിട്ട് ഇത് ഇത്രയും കാശ് ഇതിന് വെക്കേണ്ട, അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഇതിന് കാശുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ആ ബഡ്ജറ്റ് വർക്ക് ഔട്ട് ചെയ്യിപ്പിച്ചു എന്ന് പറയാൻ വി വർക്ക്ഡ് ഔട്ട് ദ ബഡ്ജറ്റ് ടുഗെദർ. അടുത്തത് ബ്രേക്ക് ഡൗൺ എന്നർത്ഥം. ഇപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് ഭാഗമാക്കി മാറ്റി നമ്മൾ പരിശോധിക്കില്ലേ, അതിനാണ് ബ്രേക്ക് ഡൗൺ. ശരിക്കും ബ്രേക്ക് ഡൗൺ, പല പല പീസാക്കിയിട്ട് പരിശോധിക്കുന്നതിന്. നമുക്ക് ഈ ടോപ്പിക്ക് 3 ഭാഗമായിട്ട് മാറ്റാം എന്ന് പറയാൻ ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ടോപ്പിക് ഇൻ ടു 3 പോയിൻറ്റ്സ്. അടുത്തത് ഫിൽ ഔട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോമൊക്കെ ഫിൽ ഔട്ട് ചെയ്യാൻ പറയാറില്ലേ, ഒരു ഫോം പൂരിപ്പിക്കുന്നതിനാണ് ഫിൽ ഔട്ട് എന്ന് പറയുക. ഫിൽ അപ്പ് അല്ല, ഫിൽ ഇൻ അല്ല, ഫിൽ ഔട്ട് കേട്ടോ. ഇത് ശ്രദ്ധിക്കണേ, മാറിപ്പോയത്. ഈ ആപ്ലിക്കേഷൻ ഒന്ന്
പൂരിപ്പിക്കൂ എന്ന് പറയാൻ പ്ലീസ് ഫിൽ ഔട്ട് ദിസ് ആപ്ലിക്കേഷൻ. അടുത്തത് കോൾ ബാക്ക്. അതിനർത്ഥം എന്താ? നമ്മൾ ആരെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് വിളിക്കില്ലേ, ഈ തിരിച്ച് വിളിക്കുന്നതിനാണ് അത് തന്നെ കോൾ ബാക്ക്, തിരിച്ച് വിളിക്കുക. ഞാൻ 5 മിനിറ്റിൽ തിരിച്ച് വിളിക്കാം, എങ്ങനെ പറയും? ഐ കോൾ യു ബാക്ക് ഇൻ 5 minutes. അടുത്തത് ഫോളോ അപ്പ് ഓൺ സമ്മൺ ഓർ സംതിങ്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു കാര്യമൊക്കെ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു, അതിനുശേഷം ഒന്നുകൂടെ വീണ്ടും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോയി സംസാരിക്കുകയും ഒക്കെ ഇല്ലേ, അതിനാണ് നമ്മൾ ഫോളോ അപ്പ് ഓൺ സംതിങ് എന്ന് പറയാം. ഇപ്പോൾ നമുക്കൊരു ഇമെയിൽ വന്നിട്ടുണ്ട്, അപ്പോൾ അവരൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഞാനതിന് മറുപടിയൊക്കെ റിപ്ലൈ ചെയ്യാം, അത് ആ സംസാരം കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നതിനാണ് ഫോളോ അപ്പ് ചെയ്യുക. ഞാൻ നാളെ അത് ചെയ്യാമെന്ന് പറയാൻ ഐ ഫോളോ അപ്പ് ഓൺ ദാറ്റ് ഇമെയിൽ. ശ്രദ്ധിക്കേണ്ടത് ഫോളോ അപ്പ് ദാറ്റ് ഇമെയിൽ അല്ല, ഫോളോ അപ്പ് ഓൺ ദാറ്റ് ഇമെയിൽ. അത് ശ്രദ്ധിക്കണം, ഓൺ അവിടെ വിട്ടുപോയാൽ സെൻറ്റൻസ് പറ്റും. ഐ ഫോളോ അപ്പ് ഓൺ ദാറ്റ് ഇമെയിൽ ടുമോറോ, നാളെ ചെയ്യാതെ. അടുത്തത് കം അപ്പ്. എന്തെങ്കിലും ഒരു മീറ്റിങ്ങിലോ ക്ലാസ്സിലോ ഒക്കെ എന്തെങ്കിലും കം അപ്പ് ചെയ്തു എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്തു, ഡിസ്കസ് ചെയ്തു എന്നാണ് അർത്ഥം. മീറ്റിങ്ങിൽ ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ വന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ദ ബഡ്ജറ്റ് ഇഷ്യൂ കെയിം അപ്പ് ഇൻ ദ മീറ്റിംഗ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, പരാമർശിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കെയിം അപ്പ് എന്ന് പറയാം കേട്ടോ. അടുത്തത് ബ്രിങ് ഇൻ. അർത്ഥം എന്താ? ബ്രിങ് ഇൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഹയർ ചെയ്യുക, നമ്മൾ ജോലിക്കാർ നിയമിക്കില്ലേ, അത് ചെയ്യുക, അതിന് ബ്രിങ് ഇൻ എന്ന് പറയും. അല്ലെങ്കിൽ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ ബ്രിങ് ഇൻ എന്ന് പറയും. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ അവരെന്തോ ഒരു സംരംഭമൊക്കെ തുടങ്ങുകയാണ്, പക്ഷേ അവർക്ക് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്നു. അപ്പോൾ ദേ ബ്രോട്ട് ഇൻ. കണ്ടോ, ബ്രിങ് ഇന്നിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ഇൻ. കേട്ടോ, ബ്രിങ്ങിൻ്റെ പാസ്റ്റ് ടെൻസ് ബ്രോട്ട് ആണ്, ബോട്ട് അല്ല. ബോട്ട് ബൈയുടെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ദേ ബ്രോട്ട് ഇൻ എ കൺസൾട്ടൻറ്റ് ടു ഹെൽപ്പ്. അടുത്തത് കട്ട് ബാക്ക് ഓൺ സംതിങ്. അതിൻ്റെ അർത്ഥം കുറയ്ക്കണം എന്ന്, കുറയ്ക്കുക, എന്തെങ്കിലും കാര്യം കുറയ്ക്കണം എന്ന് പറയുന്നതിനാണ് കട്ട് ബാക്ക് ചെയ്യണം എന്ന് പറയാം. നമുക്ക് ചിലവ് കുറയ്ക്കണം. വി നീഡ് ടു കട്ട് ബാക്ക് ഓൺ സ്പെൻഡിങ്. വി നീഡ് ടു കട്ട് ബാക്ക് ഓൺ സ്പെൻഡിങ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെക്ഷൻ, ആൾക്കാരുടെ ഫീലിങ്സും റിലേഷൻഷിപ്പും അവിടെയൊക്കെ കുറേ ഫ്രേസൽ വെർബ്സ് വരാറുണ്ട്, അത് നോക്കാം. ആദ്യത്തെ ചിയർ അപ്പ് എന്ന് വെച്ചാൽ അർത്ഥം ആരെങ്കിലും ഒരാൾ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അയാളൊന്ന് സന്തോഷിപ്പിക്കുക, അതാണ് ചിയർ അപ്പ്. അപ്പോൾ അവൾ ദുഃഖത്തിലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയിട്ടൊന്ന് അവളെ ഹാപ്പിയാക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ ഷി വാസ് സാഡ്. അവൾ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഷി വാസ് സാഡ്, സോ ഐ ട്രൈ ടു ചിയർ ഹർ അപ്പ്. ശ്രദ്ധിക്കണം, ചിയർ അപ്പ് ഹെർ അല്ല, ചിയർ ഹെർ അപ്പ്. ഇടയിൽ ആരെയാണ് ചിയർ അപ്പ് ചെയ്തതെന്നുള്ളത് ഇടണം. സോ ഷി വാസ് സാഡ്, സോ ഐ ട്രൈ ടു ചിയർ ഹെർ അപ്പ്. അടുത്തത് കാം ഡൗൺ. എന്താ അർത്ഥം? ഒരാൾ കുറച്ചധികം വയലൻറ്റോ അപ്സെറ്റോ ഒക്കെ ആണെങ്കിൽ ഒന്ന് സാന്ത്വനിപ്പിക്കുകയോ ഒന്ന് കാമാക്കുകയും എന്നൊക്കെ പറയാനാണ് കാം ഡൗൺ. നന്നായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. അപ്പോൾ എന്താ എടുക്കേണ്ടത്? ബ്രീത്ത് ചെയ്യുക എന്ന് വെച്ചാൽ ശ്വാസം വലിക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ശ്വാസത്തിന് ബ്രെത്ത് എന്നാണ് പറയുക. ടേക്ക് എ ഡീപ്പ് ബ്രെത്ത് ആൻഡ് കാം ഡൗൺ. എന്നിട്ട് ശാന്താവൂ. കാമായോ? അടുത്തത് ഓപ്പൺ അപ്പ് ടു സമ്മൺ. ഓപ്പൺ അപ്പ് എന്നർത്ഥം എന്താ? നമ്മുടെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായ കാര്യങ്ങൾ പറയുക, പേഴ്സണൽ ഫീലിങ്ങോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുക. അവന് ഒരു പയ്യനുണ്ട്, ഇവിടെ കുറച്ച് കാലമായിട്ടുണ്ട്, പക്ഷേ അവൻ എവിടെ നിന്നാണ് വന്നത്, അവൻ ഇപ്പോഴൊരു ദുഃഖമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ അവനെല്ലാം പറഞ്ഞു കേട്ടോ, അവൻ്റെ പൂർവ്വചരിത്രമൊക്കെ ഇന്നലെ അവൻ അങ്ങനെ അവസാനം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നുവെച്ചാൽ പേഴ്സണലായ കാര്യങ്ങൾ. അങ്ങനെ പറയാം, ഹി ഫൈനലി ഓപ്പൺഡ് അപ്പ് അബൌട്ട് ഹിസ് പാസ്റ്റ്. അവൻ്റെ പൂർവ്വകാലം, അബൌട്ട് ഹിസ് പാസ്റ്റ്. ഇതിൽ ശ്രദ്ധിക്കണം, ഓപ്പൺ ഓപ്പൺ അങ്ങനെ പറയാറുണ്ട് ആൾക്കാർ. ഓപ്പൺ ഓപ്പൺ, ആ ഓ ഒരു പ്രത്യേകതരം ഓ ആണ്, ശ്രദ്ധിച്ചോ? ഓപ്പൺ ഓ എന്നൊക്കെ പറയുന്നൊരു ഫീലിംഗ് അവിടെ വരും. ഹി ഫൈനലി ഓപ്പൺഡ് അപ്പ് അബൌട്ട് ഹിസ് പാസ്റ്റ്. അടുത്തത് ബ്രേക്കപ്പ്. ഇതെല്ലാവർക്കും അറിയുണ്ടാവും അല്ലേ? ഒരു റൊമാൻറ്റിക്കായ റിലേഷൻഷിപ്പ് പൊട്ടിത്തെറിച്ച് വിട്ടുപിരിഞ്ഞു പോയാൽ അതിനെ ബ്രേക്കപ്പായി എന്ന് പറയും. 5 വർഷം അവർ ഒരുമിച്ചായിരുന്നു, എന്നിട്ട് അവസാനം അവർ പൊട്ടിത്തെറിച്ച് വിട്ടുപിരിഞ്ഞു എന്നിട്ട് പറയാം. പൊട്ടിത്തെറിച്ചു എന്നല്ലോ, പൊട്ടിത്തെറിച്ചു ചട്ടേ എന്നല്ലേ, അങ്ങനെ വിട്ടുപിരിഞ്ഞു എന്നല്ലേ, അങ്ങനെയല്ല, വിട്ടുപിരിഞ്ഞു. ഫൈനലി അവർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തു എന്ന് പറയാൻ ദേ ബ്രോക്ക് അപ്പ് ആഫ്റ്റർ 5 years ടുഗെദർ. 5 വർഷം ഒരുമിച്ചിരുന്ന ആൾക്കാർ അവർ ബ്രേക്കപ്പായി. ദേ ബ്രോക്ക് അപ്പ് ആഫ്റ്റർ 5 years ടുഗെദർ. ഗെറ്റ് ഓവർ. ഇതെന്താ? ഗെറ്റ് ഓവർ സമ്മൺ അല്ലെങ്കിൽ സംതിങ്, എന്ത് വേണമെങ്കിലും വരാം. അവിടെ ഒരാളാവാം അല്ലെങ്കിൽ ഒരു വസ്തു ആവാം. ഇപ്പോൾ ഒരു ആളാണെങ്കിൽ ഒരു
ബ്രേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ഒന്ന് റിക്കവർ ചെയ്യണ്ടേ, അതിനാണ് ടു ഗെറ്റ് ഓവർ സമ്മൺ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് റിക്കവർ ചെയ്യണം അല്ലേ. വല്ലാത്തൊരു ബാഡ് എക്സ്പീരിയൻസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അല്ല, എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് നമ്മളൊന്ന് അതിജീവിച്ച് പുറത്ത് വരണ്ട, അതിനാണ് ഗെറ്റ് ഓവർ സംതിങ് എന്ന് പറയാം. അവൻ അവളെ ഇട്ടിട്ട് പോയി, ചതിച്ചു. ആണുങ്ങൾക്ക് എന്നോട് ദേഷ്യം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ കാര്യം പറയണം. പെണ്ണുങ്ങളായാലും ചതിക്കാം, ആണുങ്ങളായാലും ചതിക്കാം. അത് ജെൻഡർ സ്പെസിഫിക് അല്ല, ഞാനിവിടെ ഒരു എക്സാമ്പിൾ തന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ആണുങ്ങളെല്ലാം ചതിയന്മാരാണെന്നൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ചിലർക്കെങ്കിലും ഒരു ദേഷ്യം, എന്തിനാ എപ്പോഴും ഇങ്ങനെ ഞങ്ങളെക്കുറിച്ച് പറയുന്നതെന്നൊക്കെ ചിലർ കമൻറ്റ് ഇടാറുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് മാസം എടുത്തു അവൾക്ക് ആ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് അവനെ ഒന്ന് മറക്കാൻ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ടുക്ക് ഹെർ മന്ത്സ്, മാസങ്ങളെടുത്തു. എന്തിന്? ടു ഗെറ്റ് ഓവർ ഹിം. പിന്നെ എന്നാലും അപ്പോൾ അവളിങ്ങനെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നാലും എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന അവസ്ഥയില്ലേ, ആ അവസ്ഥയിൽ നിന്ന് കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ അവനോ പോടാ പുല്ലേന്ന് പറഞ്ഞിട്ട് അവൾ റിക്കവർ ചെയ്തു, അവൾക്ക് ശരിയായി പിന്നെ എന്നൊക്കെ പറയാൻ ഇറ്റ് ടുക്ക് ഹെർ മന്ത്സ്. എന്തിന്? ടു ഗെറ്റ് ഓവർ ഹിം. ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇറ്റ് ടുക്ക് ഹെർ മന്ത്സ് ടു ഗെറ്റ് ഓവർ ഹിം. അല്ലെങ്കിൽ അവളാണ് ചോദിച്ചതെങ്കിൽ ഇറ്റ് ടുക്ക് ഹിം മന്ത്സ് ടു ഗെറ്റ് ഓവർ ഹെർ. ഓക്കെ, അവളുടെ കാര്യങ്ങൾ മറക്കാൻ ടു ഗെറ്റ് ഓവർ ഹെർ, അല്ലെങ്കിൽ അവൻ്റെ കാര്യങ്ങൾ മറക്കാൻ എന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് ഓവർ ഹിം. അടുത്തത് ടു ഫോൾ ഫോർ സമ്മൺ, വീണു പോവുക. എക്സാക്ട്ലി അതാണ്. ആരുടെയെങ്കിലും കണ്ടിട്ട് എൻ്റെ അമ്മോ ഞാൻ അവിടെ അങ്ങോട്ട് വീണു പോയടാ അവളെ കണ്ടപ്പോൾ എന്നൊക്കെ പറയില്ലേ, വീണ്ടും ആണുങ്ങളെങ്കിൽ. ഇപ്പം ഏതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ അവനെ എൻ്റെ എതിർ ഗ്ലാമർ ഞാൻ വീണു പോയി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. പെട്ടെന്ന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്നതാണ് ഈ ഫെൽ ഫോർ സമ്മൺ, ഫോൾ ഫോർ സമ്മൺ എന്നൊക്കെ പറയാം. ഞാൻ കണ്ടപ്പോൾ ആ നിമിഷത്തിൽ വീണുപോയി എന്ന് പറയാൻ ഹി ഫെൽ ഫോർ ഹെർ ഇൻസ്റ്റൻ്റ്ലി. ഇൻസ്റ്റൻ്റ്ലി അറിയില്ലേ, ഇൻസ്റ്റൻറ്റ് കോഫി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന് ഉണ്ടാക്കുന്ന കോഫി, പൊടിയിട്ട കലക്കിയ കോഫി ആയില്ലേ ചൂടുവെള്ളത്തിൽ, അതുമാതിരി ആ നിമിഷം തന്നെ അങ്ങോട്ട് വീണുപോയി. ഹി ഫെൽ ഫോർ ഹെർ ഇൻസ്റ്റൻ്റ്ലി. അടുത്തത് ലുക്ക് ആഫ്റ്റർ സമ്മൺ. അറിയാലോ, ആരെങ്കിലും പരിപാലിക്കുക, വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ പരിപാലിക്കുന്നതിനാണ് ടു ലുക്ക് ആഫ്റ്റർ സമ്മൺ എന്ന് പറയാം. പൊതുവെ ചെറിയ കുട്ടികളെയൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത് വളരെ കോമണായി ഉപയോഗിക്കുന്നതാണ്. അവളുടെ ചെറിയ അനിയനെ പരിപാലിച്ചു എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല, പക്ഷേ മനസ്സിലായില്ലേ? ഷീ ലുക്സ് ആഫ്റ്റർ ഹെർ യങ്ങർ ബ്രദർ. അത് പരിപാലിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്. പരിപാലിച്ചു എന്ന് പറഞ്ഞെങ്കിൽ ഷീ ലുക്ഡ് ആഫ്റ്റർ ഹെർ യങ്ങർ ബ്രദർ. അവളാണ് അവനെ വളർത്തിയത് എന്ന് പറയണമെങ്കിൽ അല്ലേ. അടുത്തത് ആരെങ്കിലും ടേക്ക് കെയർ ചെയ്യുക, ടേക്ക് കെയർ ഓഫ് സമ്മൺ അല്ലെങ്കിൽ സംതിങ് എന്ന് പറഞ്ഞാൽ ഇതിന് ലുക്ക് ആഫ്റ്റർ പോലെ തന്നെയാണത്, ഇതേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പട്ടികൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടു ടേക്ക് കെയർ ഓഫ് ദി ഡോഗ് എന്ന് പറയാം. ഞാൻ നിൻ്റെ പട്ടീനെ നോക്കാം നീ ഇവിടെ ഇല്ലാത്ത സമയത്ത് എന്ന് പറയണമെങ്കിൽ ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദി ഡോഗ് വൈൽ യു ആർ അവേ. നീ പോകുന്ന സമയത്ത് ഞാൻ നോക്കിക്കോളാം, പൊക്കോ. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദി ഡോഗ് വൈൽ യു ആർ അവേ. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുമോ? പട്ടിസ്നേഹികളൊക്കെ പറയുമായിരിക്കും അല്ലേ. എൻ്റെ മോന് പട്ടീനെ വേണമെന്ന് ഭയങ്കരമായിട്ട് പറയും. ഞാൻ അവനോട് പറയും യു വോണ്ട് ബി ഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ, അടുത്തത് സ്റ്റിക്ക് അപ്പ് ഫോർ സമ്മൺ. സ്റ്റിക്ക് അപ്പ് ഫോർ സമ്മൺ എൻ്റെ അർത്ഥം എന്തായിരിക്കും? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും ഇവൻ നമ്മുടെ ചങ്കാണെങ്കിൽ നമ്മൾ അവനെ ഡിഫെൻഡ് ചെയ്യില്ലേ, അല്ല അവൻ പറഞ്ഞാലും കാര്യമുണ്ടെന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതിനാണ് ടു സ്റ്റിക്ക് അപ്പ് ഫോർ സമ്മൺ എന്ന് പറയാം. ഇപ്പോൾ പൊതുവേ ഈ ആൺപിള്ളേരിൽ കണ്ടിട്ടുള്ളൊരു ദുസ്വഭാവമാണത്. എന്ത് വേണ്ടാത്തരം കാണിച്ചാലും ഫ്രണ്ട്സ് ചെയ്താണെങ്കിൽ അതെന്താ അവൻ ചെയ്തത് ശരിയാണ്, അതെന്താ അവൻ അങ്ങനെയൊന്നും അല്ല, അവൻ അങ്ങനെ നല്ല ഉദ്ദേശം കൊണ്ട് തന്നെയാണ്. ഫ്രണ്ട്സ് എന്ത് ചെയ്താലും കട്ട സപ്പോർട്ടാണെന്ന് അർത്ഥം. അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ മോശം കാര്യം ചെയ്താലും ഫ്രണ്ട്സിന് വേണ്ടി എപ്പോഴും നിലനിൽക്കുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്? ഹി ഓൾവേസ് സ്റ്റിക്സ് അപ്പ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്ത് ചെയ്താലും അവൻ എപ്പോഴും സപ്പോർട്ടാണ്, കട്ട സപ്പോർട്ടാണ്. ഹി ഓൾവേസ് സ്റ്റിക്സ് അപ്പ് ഫോർ ഹിസ് ഫ്രണ്ട്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ മനസ്സിലായോ? അവൻ ഇത്ര നല്ല മനുഷ്യനാണെന്നല്ല, സ്റ്റിക്സ് അപ്പ് ഫോർ, ആ ഫോർ വിട്ടുപോരുത്. ഫ്രണ്ട്സ്, ഹി സ്റ്റിക്സ് അപ്പ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഹി ഓൾവേസ് സ്റ്റിക്സ് അപ്പ് ഫോർ ഹിസ് ഫ്രണ്ട്സ് തന്നെ വേണം കേട്ടോ. അടുത്തത് പുട്ട് അപ്പ് വിത്ത് സമ്മൺ അല്ലെങ്കിൽ സംതിങ്. പുട്ടപ്പ്, നേരത്തെ പുട്ടിനായിരുന്നു, ഇപ്പോൾ പുട്ടപ്പിൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ സഹിക്കില്ലേ, ആ സഹിക്കുന്നതിനാണ് പുട്ടപ്പ് എന്ന് പറയാം. പുട്ടപ്പ് വിത്ത് സംതിങ് ഓർ സമ്മൺ. മടി, ആനമടി. ആ മടി കൊണ്ട് എനിക്കിനി മടുത്തു, എനിക്കിനി സഹിക്കാൻ മേല എന്ന് വല്ല ഭാര്യമാരും ഭർത്താക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയേണ്ടത്, നാളെ നിങ്ങൾ അവരുടെ മുഖത്തൊക്കെ പറയാം. ഇത് പറയോ? നല്ല ഭയങ്കര മടി ഉണ്ടെങ്കിൽ ഇത് തന്നെ പറയാം, ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് യുവർ ലേസിനെസ് എനിമോർ. നിങ്ങളുടെ ഈ ആന മടി
എനിക്കിനി പറ്റത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് യുവർ ലേസിനെസ് എനിമോർ. അല്ലെങ്കിൽ അവൻ്റെ ലേസിനെസ്സിനെ എനിക്കിനി താങ്ങാൻ പറ്റില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യാണ് നിങ്ങളുടെ ആരടുത്തെങ്കിലും. ഒരു കാര്യം ചെയ്യാം, ഇപ്രാവശ്യം ആണുങ്ങളെ ആക്കാം. നിങ്ങളുടെ ഭാര്യ ആന മടിച്ച് ഒരു പണിയെടുക്കില്ല, പോത്ത് പോലെ കിടന്നുറങ്ങും എന്ന് ആരോടാ പറയണേ? ആരോടാ പറയണ്ടേ? നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി പറയും, ഒരു രക്ഷയില്ലടാ, ആന മടി, ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹെർ ലേസിനെസ് എനിമോർ. അവളുടെ ഈ മടി എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ, ഇനി എനിക്ക് പറ്റില്ല. എന്തൊരു മടിച്ച അവൾ. ഓക്കെ, ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത്, അത്രയും പറയണം. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹെർ ലേസിനെസ്സോ അല്ലെങ്കിൽ ഹിസ് ലേസിനെസ്സോ, വേറെ ലേസിനെസ് അല്ലെങ്കിൽ എന്താണെങ്കിലും ആയിക്കോട്ടെ. ഡ്രാമ, ചില ആൾക്കാർ ഭയങ്കര ഡ്രാമയല്ലേ. ഐ കാൺട്ട് പുട്ട് അപ്പ് വിത്ത് ഹെർ ഡ്രാമ എനിമോർ. എൻ്റെ തീം എന്തൊരു ഡ്രാമ, എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അടുത്തത് ഫോൾ ഔട്ട് വിത്ത് സമ്മൺ. എന്തായിരിക്കും? നമ്മൾ എന്താ പറയുക, വളരെ ചങ്ക്സൊക്കെ ആണെങ്കിൽ ഒരു കാലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, പിന്നെ നമ്മൾ തമ്മിൽ കുറച്ച് എന്താ പറയുക ആർഗ്യുമെൻ്റൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ എത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മരവിച്ചിട്ടുണ്ടെങ്കിൽ ഫോൾ ഔട്ട് വിത്ത് സമ്മൺ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് ബിസിനസ്സുകാർ കട്ടയൊക്കെ ആയിട്ട് ബിസിനസ്സൊക്കെ തുടങ്ങിയതാണ്. പിന്നെ കാശിൻ്റെയൊക്കെ കാര്യം വന്നപ്പം അവർ തമ്മിൽ തർക്കമായി എന്ന് പറയണമെങ്കിൽ ദേ ഫെൽ ഔട്ട് ഓവർ മണി ഇഷ്യൂസ്. അവിടെ ഓവർ മറക്കരുത് കേട്ടോ. ദേ ഫെൽ ഔട്ട്, കാരണം എന്താ? ഓവർ മണി ഇഷ്യൂസ്. ദേ ഫെൽ ഔട്ട് ഓവർ മണി ഇഷ്യൂസ്. അടുത്തത് മേക്കപ്പ്. ഞാൻ ഇട്ടിട്ടുണ്ട്, ആ കാര്യമല്ല പറയണത്. ടു മേക്കപ്പ് വിത്ത് സമ്മൺ എന്ന് വെച്ചാൽ നമ്മൾ നല്ല അടിയൊക്കെ ആയിരുന്നെങ്കിൽ, നമ്മൾ ഈ ബിസിനസ്സുകാർ അടിയായിരുന്നില്ലേ, എന്നാലും പിന്നീട് നമ്മൾ ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ അവിടെയാണ് മേക്കപ്പ് വിത്ത് സമ്മൺ ഉപയോഗിക്കാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ തമ്മിൽ ഞാൻ ഇയാളും ഭയങ്കര ചങ്ക്സ് ആയിരുന്നു, പിന്നെ തല്ലി പിരിഞ്ഞു നമ്മൾ, അല്ലേ? ഫെൽ അപ്പാർട്ട്, വി ഫെൽ അപ്പാർട്ട്, ആ ഫ്രണ്ട്ഷിപ്പ് ഫെൽ അപ്പാർട്ട്. അതിനുശേഷം നമ്മൾ പിന്നെയും ഓർഡർ അതൊന്നും അങ്ങനെ ഞാൻ പറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ പറയണം, അത് ശരിയാണ്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, പക്ഷേ വിനി എന്നാലും നീ എൻ്റെ ചങ്കാണ് എന്ന് പറയണമെങ്കിൽ വി ഹാഡ് എ ഫൈറ്റ് ബട്ട് വി മെയ്ഡ് അപ്പ്. അത് നമ്മൾ സോൾവ് ആക്കി, വി മെയ്ഡ് അപ്പ്. ഓക്കെ. ഇനി ഹാങ് ഓൺ എന്തെങ്കിലും ടു സമ്മൺ ഓർ സംതിങ്. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ രണ്ടർത്ഥങ്ങൾ വരാം. ഇപ്പോൾ ഒരു സാധനത്തോട് നമ്മൾ ഹാങ് ഓൺ ചെയ്യാന്ന് പറഞ്ഞാൽ അത് നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ചില സമയത്ത് സാധനം ആയിരിക്കില്ല, എന്തെങ്കിലും ഒരു ഇമോഷനായിരിക്കും, ഇമോഷൻ വരുത്തുന്ന എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പോൾ അത് ഇമോഷനോട് കൂടി തന്നെ അത് കൈവിടാണ്ടിരിക്കുക എന്നൊക്കെ പറയാനാണ് ടു ഹാങ് ഓൺ ടു സംതിങ് ഓർ സമ്മൺ എന്ന് പറയാം. ഇപ്പം നമ്മൾ ഒരു പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടിട്ടില്ല, അവളിപ്പോഴും ആ പ്രതീക്ഷയിൽ എന്താ പറയുക ഊന്നി ജീവിക്കുകയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഷീ സ്റ്റിൽ ഹാങ്ങിങ് ഓൺ ടു ഹോപ്പ്. ആർക്കെങ്കിലും ഹോപ്പില്ലാത്തതുണ്ടോ? അങ്ങനെ ഹോപ്പ്ലെസ് ആയിട്ട് അങ്ങനെ പാടില്ല കേട്ടോ. നമ്മൾ മനുഷ്യരാകുമ്പോൾ നമുക്ക് ഹോപ്പ് വേണം എപ്പോഴും. എന്ത് കോപ്പാണ് ഈ ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷ. ഇത്രയും സീരിയസ് ആയി പഠിക്കുമ്പോഴേ ചളി ഇല്ലെങ്കിൽ എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഹോപ്പ് എങ്ങനെ എന്താ പഠിക്കണ്ടേ? ടു ഹോൾഡ് ഓൺ ടു സംതിങ്. അപ്പോൾ ഷീ സ്റ്റിൽ ഹാങ്ങിങ് ഓൺ ടു ഹോപ്പ്. ടു ഹോൾഡ് ഓൺ ടു സംതിങ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഹോൾഡ് ഓൺ ടു സംതിങ് തന്നെ പറയുമ്പോൾ തന്നെ അതൊരു ഫ്രേസൽ വേർബാണ്. പക്ഷേ ഹാങ് ഓൺ ടു സംതിങ് ഓർ സമ്മൺ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക കേട്ടോ. അതാണ് നമ്മൾ പഠിച്ച വേർബ്, ഫ്രേസൽ വേർബ്. അടുത്തത് ഗെറ്റ് എലോങ്. ഇത് നിങ്ങൾ ചെയ്യാറുണ്ടോ? അപ്പോൾ ഒരാളും കൂടെ വേണം ഗെറ്റ് എലോങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആവുക. നിങ്ങളും നിങ്ങളുടെ കോവർക്കേഴ്സും തമ്മിൽ എങ്ങനെയാണ്? ഡു യു ഗെറ്റ് എലോങ് വെൽ വിത്ത് യുവർ കോവർക്കേഴ്സ്? അതോ അടിയാണോ? ഹം ദുഷ്മൻ തുമാര ദുഷ്മൻ ഹമാര ദുഷ്മനാണോ? നന്നായിട്ട് ഗെറ്റ് എലോങ് ചെയ്യാറുണ്ടോ എന്ന് വെച്ചാൽ നല്ല റിലേഷൻഷിപ്പിലാണോ? ഡു യു ഗെറ്റ് എലോങ് വിത്ത് യുവർ കോവർക്കേഴ്സ് എന്ന് പറയാം. നന്നായിട്ട് ഗെറ്റ് എലോങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ഗെറ്റ് എലോങ് വെൽ വിത്ത് യുവർ കോവർക്കേഴ്സ് എന്ന് പറയാം. അടുത്തത് വാക്ക് ഔട്ട് ഓൺ സമ്മൺ. അതെങ്ങനെയാണ്? ഒരാളുടെ മുകളിൽ കൂടെ നടക്കുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ പാർട്ട്ണറിനെയോ ഫാമിലീനെയൊക്കെ ഉപേക്ഷിക്കുക, പെട്ടെന്ന് ഉപേക്ഷിക്കുന്നതിനെ നമ്മൾ ടു വാക്ക് ഔട്ട് ഓൺ സമ്മൺ എന്ന് പറയും. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും പെട്ടെന്ന്, ഇപ്പം നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമളയിൽ ശ്രീനിവാസൻ പെട്ടെന്ന് ഈ ഭാര്യയും കുട്ടികളൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങോട്ട് വിട്ട് പോവില്ലേ. അപ്പോൾ ഹി വാക്ക്ഡ് ഔട്ട് ഓൺ ഹിസ് വൈഫ് ആൻഡ് കിഡ്സ്. എന്തെങ്കിലും കാരണമാവാം, പക്ഷെ ഉപേക്ഷിച്ച് അങ്ങനെ പോവുക. ഫാമിലിനെയോ പാർട്ട്ണറിനെയോ പെട്ടെന്ന് അങ്ങോട്ട് ഉപേക്ഷിച്ച് പോകുന്നതിനാണ് ടു വാക്ക് ഔട്ട് ഓഫ് സമ്മൺ. അടുത്തത് ലെറ്റ് സമ്മൺ ഡൗൺ. ആ രീതിയിലാണ് ഉപയോഗിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഡൗൺ ആണ് ആ ഫ്രേസൽ വേർബ്. ലെറ്റ് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ അവർ എന്താ പറയുക, അവരുടെ പ്രതീക്ഷയ്ക്കൊന്നും അങ്ങോട്ട് പെർഫോം ചെയ്യാണ്ട് നമ്മൾ ആകെ അവരെ നിരാശപ്പെടുത്തുക. അതാണ് ലെറ്റ് ഡൗൺ എന്ന് പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്
നല്ല ഫ്രണ്ടാണ്. എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്യും. അവളുടെ ബർത്ത്ഡേക്കും എൻ്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ആ ദിവസം സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ അവൾ എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി. എനിക്കങ്ങോട്ട് ഭയങ്കര വിഷമമായിപ്പോയി, നിരാശ വന്നു എനിക്ക്. ഐ ഫെൽറ്റ് ലെറ്റ് ഡൗൺ ഇപ്പോൾ വെൻ ഷി ഫൊഗോട്ട് മൈ ബർത്ത്ഡേ. എൻ്റെ ബർത്ത്ഡേ അവളെങ്ങനെ മറക്കും? ഞങ്ങൾ ഇത്രയും കാലം ഒരു എണ്ണം പോലും മിസ് ചെയ്യാണ്ട് ഒരുമിച്ച് എല്ലാ ബർത്ത്ഡേ സ്പെൻഡ് ചെയ്തു. പക്ഷേ ഐ ഫെൽറ്റ് ലെറ്റ് ഡൗൺ വെൻ ഷി ഫൊഗോട്ട് മൈ ബർത്ത്ഡേ. അടുത്തത് ലുക്ക് അപ്പ് ടു സമ്മൺ. അതിനർത്ഥം ആഹാ കൊള്ളാലോ എന്ന് ഒരാളെക്കുറിച്ച് വിചാരിക്കുക. ഇയാൾ കൊള്ളാം, സൂപ്പറാന്ന് വിചാരിക്കുക. അഡ്മയർ ചെയ്യുക ആരെങ്കിലും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ അയാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഫിഗറൊന്നും ആവണമെന്നില്ല. ഇപ്പോൾ നമ്മുടെ ചേട്ടനോ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അങ്ങനെ ആരെങ്കിലും ഇവർ സൂപ്പറാണ്, എനിക്ക് ഇവരെ പോലെ ആവണം എന്നൊക്കെ നമ്മളങ്ങനെ വിചാരിക്കില്ലേ. അതിനെയാണ് അഡ്മയർ ചെയ്യുന്നതിനെയാണ് ടു ലുക്ക് അപ്പ് ടു സമ്മൺ എന്ന് പറയാം. അപ്പോൾ അവൻ്റെ മൂത്ത ഏട്ടനുണ്ട്, ഓൾഡർ ബ്രദർ, അയാളുടെയാണ് അഡ്മയർ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ലുക്സ് അപ്പ് ടു ഹിസ് ഓൾഡർ ബ്രദർ. ആ ഏട്ടൻ ചെയ്യണ പോലെ തന്നെയല്ല അവൻ ചെയ്യാൻ, ഭയങ്കര ഇഷ്ടമായ ഏട്ടനെ. ഹി ലുക്സ് അപ്പ് ടു ഹിസ് ഓൾഡർ ബ്രദർ. അടുത്തത് ടേൺ എഗൻസ്റ്റ് സമ്മൺ. അർത്ഥം എന്താ? അതുതന്നെ തിരിപ്പിക്കുക അല്ലേ, ഒരാൾക്കെതിരെ തിരിപ്പിക്കുക. നമ്മൾ തിരിക്കുക അങ്ങനെ എനിക്കറിയില്ല. തിരിപ്പിക്കുകയും തിരിക്കുകയൊക്കെ ഏകദേശം ഒരേ മീനിങ്ങാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ഒരാൾക്കെതിരെ തിരിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സപ്പോർട്ടീവ് ആവുന്നതും ഫ്രണ്ട്ലി ഒക്കെ ആവുന്നതും അവസാനിപ്പിക്കുക. ഇപ്പോൾ അത് ഒരു ഫാമിലി തന്നെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പോൾ കോച്ച് നല്ലതല്ലെങ്കിൽ ടീം അയാൾക്കെതിരെ തിരിയില്ലേ. അപ്പോൾ ദ ടീം ടേൺഡ് അഗൻസ്റ്റ് ദ കോച്ച്. കോച്ച് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ കോച്ച് വേണ്ട നമുക്ക് പഠിപ്പിച്ചു തരാൻ, ആ കോച്ച്. ദ ടീം ടേൺഡ് അഗൻസ്റ്റ് ദ കോച്ച്. അടുത്തത് ബ്രിങ് ഔട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ബ്രിങ് ഔട്ട് എന്ന് മാത്രമല്ല, ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് അല്ലെങ്കിൽ വേഴ്സ്റ്റ് ഇൻ സമ്മൺ എന്ന രീതിയിൽ ഉപയോഗിക്കുക. ഒന്ന് പഠിച്ചു നോക്കിയോ. ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ യു, ബ്രിങ് ഔട്ട് ദ വേഴ്സ്റ്റ് ഇൻ സമ്മൺ, ആ രീതിയിൽ. ഓക്കെ, ഫുൾ പഠിക്കണം എന്നാലേ ശരിയാവുള്ളൂ. ബ്രിങ് ഔട്ട് എന്ന് മാത്രം പഠിച്ചാൽ നമുക്കത് വിട്ടുപോകും. അതിൻ്റെ അർത്ഥം ഒരാളുടെ ഏറ്റവും നല്ല പാർട്ട് അതാണ് ബെസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും മോശം പാർട്ട്, ഏറ്റവും മോശം സൈഡ് പുറത്തേക്ക് കൊണ്ടുവരിക. അതിനാണ് നമ്മൾ ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഓർ വേഴ്സ്റ്റ് ഇൻ സമ്മൺ എന്ന് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നല്ലൊരു ഭാര്യയാണെന്ന് വെച്ചോ. അപ്പം ആ മനുഷ്യന് ഒരു സാധാരണ മനുഷ്യനാണ്, പക്ഷേ അയാളുടെ ഉള്ളിലെ നല്ല കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ പെൺകുട്ടി കാരണം സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ഷീ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഹിം അല്ലേ. ഒരു ആവറേജ് ഒക്കെ ഒരു മനുഷ്യനായിരുന്നു, പക്ഷേ ഉള്ളിലുള്ള കാരുണ്യമൊക്കെ പുറത്തു കൊണ്ടുവരിക. ഈ പെൺകുട്ടി പറയാം, നിങ്ങളത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ നാളെ തന്നെ വളരെയധികം കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ അയാൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഷീ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഹിം. ഇത് കുറച്ചധികം എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ തന്നത്. എന്ന് വെച്ചാൽ പൊതുവേ നല്ല ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ നമ്മുടെ നല്ല സൈഡ് നന്നാവില്ലേ. വളരെയധികം നന്മയായി തീർന്നു ഇത്. മനസ്സിലായോ? കാര്യം മനസ്സിലായില്ലേ? മനസ്സിലാവാത്തുണ്ടാവോ ഞാൻ എൻ്റെ ചളിയൊക്കെ പറഞ്ഞിട്ടിനി. നമ്മൾ ചിലപ്പം ഒരാളുടെ കൂടെ ഇരിക്കുമ്പം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും മോശം സ്വഭാവമായിരിക്കും അയാൾ കാരണം നമ്മൾ പുറത്ത് കൊണ്ടുവരിക. ചില സമയത്ത് ഏറ്റവും നല്ല നമ്മുടെ സൈഡും നമ്മുടെ സ്വഭാവമൊക്കെ പുറത്ത് വരും. അപ്പോൾ അതാണ് ടു ബ്രിങ് ഔട്ട് ദ ബെസ്റ്റ് ഓർ വേഴ്സ്റ്റ് ഇൻ സമ്മൺ എന്ന് പറയാം. അപ്പോൾ ഷീ ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഹിം. അടുത്തത് ഷട്ട് ഡൗൺ ഇമോഷണലി എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇമോഷണലി നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കില്ല. ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് അങ്ങോട്ട് നിർത്തുക അല്ലേ. അപ്പോൾ ബ്രേക്കപ്പ് കഴിഞ്ഞ ശേഷം പലപ്പോഴും കാണാറുണ്ട്, കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഇമോഷനൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് നിർത്തിയവൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആഫ്റ്റർ ദ ബ്രേക്കപ്പ് ഒറ്റ വാക്കാട്ടോ, ബ്രേക്ക് അപ്പ് എന്നല്ല. ബ്രേക്കപ്പ് എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് ആവുമെന്നറിയില്ലേ, അത് ഒറ്റ വാക്കാണ്. ആഫ്റ്റർ ദ ബ്രേക്കപ്പ് ഹി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ. പിന്നെ അവനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ചിരിക്കുകയോ കാര്യം ഒന്നും കാണാറില്ല. മനസ്സിലായോ? ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ഫീലിങ്സൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് നിർത്തി. ലാസ്റ്റ് പാർട്ടാണ് ട്രാവൽ ചെയ്യുമ്പം ഡയറക്ഷൻസ്, ട്രാൻസ്പോർട്ടേഷൻ, ഇതിലൊക്കെ കുറച്ച് ഫ്രേസൽ വെർബ്സ് വരാറുണ്ട്. നേരത്തെ നമ്മൾ ഗെറ്റ് ഇൻ പഠിച്ചു. ഇത്തവണ പഠിച്ചത് ഗെറ്റ് ഓൺ. എവിടെയാണ് ഗെറ്റ് ഓൺ ചെയ്യുക? ബസ്, ട്രെയിൻ, പ്ലെയിൻ, ഇരിക്കാവുന്നതും നടക്കാവുന്നതുമായ സ്ഥലങ്ങളിൽ നമ്മൾ ഗെറ്റ് ഓൺ ആണ് ചെയ്യുക. എന്നുവെച്ചാൽ ആ വെഹിക്കിൾ ബോർഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ട്രെയിൻ ബോർഡ് ചെയ്യുമ്പോൾ, ബസ് ബോർഡ് ചെയ്യുമ്പോൾ, പ്ലെയിൻ ബോർഡ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെയാണ് പറയുക. അപ്പോൾ അവസാനത്തെ സ്റ്റോപ്പിലാണ് ഞങ്ങൾ ബസ്സിൽ കയറിയതെന്ന് പറയാൻ വി ഗോട്ട് ഓൺ ദ ബസ് അറ്റ് ദ ലാസ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇറങ്ങുന്നതിനോ, ബസ്സിനൊക്കെ പ്ലെയിനിനോ ട്രെയിനിനോ ഇറങ്ങുന്നതിന് ഗെറ്റ് ഔട്ട് അല്ല, ഗെറ്റ് ഓഫ്. മനസ്സിലായി? കാറിൽ ഗെറ്റ് ഇൻ, ഗെറ്റ് ഔട്ട്. ബസ്സിലും ട്രെയിനിലും പ്ലെയിനിലും ഗെറ്റ് ഓൺ, ഗെറ്റ് ഓഫ്. ഞങ്ങൾ കറക്റ്റ് സ്റ്റേഷനിലല്ല ഇറങ്ങിയത് എന്ന് പറയണമെങ്കിൽ ട്രെയിനിന്നോ പ്ലെയിനിന്നോ
പ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ, ട്രെയിനിൽ നിന്നോ ബസ്സിൽ നിന്നോ. ചില സമയത്തുണ്ടല്ലോ അപാരമായ ബുദ്ധി പ്രവർത്തിച്ച് തുടങ്ങിയിട്ട് എക്സ്പ്ലനേഷൻ വരിക. ആരെങ്കിലുമൊക്കെ ഇത് നോട്ടീസ് ചെയ്യണ്ടാവോ? ഞാൻ എന്താ പറയുക, നിങ്ങൾക്ക് ഓരോ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരാൻ കേട്ടോ, ശ്രദ്ധിക്കണേ. നമ്മൾ ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ഇറങ്ങുമ്പോൾ തെറ്റായ ഒരു സ്റ്റേഷനിലാണ് ഇറങ്ങിപ്പോയതെന്ന് എങ്ങനെ പറയുമെന്നാണ് എൻ്റെ ചോദ്യം. ഐ ഗോട്ട് ഓഫ് അറ്റ് ദ റോങ് സ്റ്റേഷൻ. ഐ ഗോട്ട് ഔട്ട് അല്ല, കാറിൽ ഇറങ്ങുമ്പോഴാണ് ഗോട്ട് ഔട്ട്. ഐ ഗോട്ട് ഓഫ് അറ്റ് ദ റോങ് സ്റ്റേഷൻ. ടേക്ക് ഓഫ് ചെയ്യാന്നുള്ള ഓർമ്മയുണ്ടോ? ഒരു പ്ലെയിൻ പറന്നു വരുമ്പോൾ അല്ലേ, പ്ലെയിൻ 6 മണിക്കാണ് പറന്നു പൊങ്ങിയതെന്ന് പറയണമെങ്കിൽ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് അറ്റ് 6 PM. അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്നതിനും പഠിച്ച വാക്കെന്താ? ടച്ച് ഡൗൺ. ഞങ്ങൾ ഇന്ന് രാവിലെ പാരീസിൽ ഇറങ്ങി എന്ന് പറയാൻ വി ടച്ച്ഡ് ഡൗൺ ഇൻ പാരീസ് ദിസ് മോർണിംഗ്. അടുത്ത് ചെക്ക് ഇൻ. എന്താ അർത്ഥം? ചെക്ക് ഇൻ ഓൺ സം വൺ, അത് നമ്മൾ പറഞ്ഞു. അമ്മൂമ്മയ്ക്ക് സുഖമല്ലേ എന്നൊക്കെ രാവിലെ പോയി അന്വേഷിച്ച കാര്യം പറഞ്ഞു അല്ലേ. ഇത് നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ എയർപോർട്ടിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതിന് ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ മുമ്പേ എയർപോർട്ടിൽ എത്തി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ പ്രൊസീജിയറൊക്കെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് വി ചെക്ക്ഡ് ഇൻ അറ്റ് ദി എയർപോർട്ട് 2 hours early. ഓക്കെ. അടുത്തത് ചെക്ക് ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ കാശൊക്കെ കൊടുത്ത് ആ സ്ഥലം കാലിയാക്കുക ഹോട്ടലിൽ നിന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ പറയാം, 11 മണിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കാശൊക്കെ സെറ്റിൽ ചെയ്തിട്ട് വി ചെക്ക്ഡ് ഔട്ട് ഓഫ് ദ ഹോട്ടൽ അറ്റ് 11 AM. ഓക്കെ. അടുത്തത് ഡ്രോപ്പ് ഓഫ്. നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഓർമ്മയുണ്ടോ? എന്നെ എയർപോർട്ടിൽ അവൻ കൊണ്ടുവിട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി ഡ്രോപ്ഡ് മീ ഓഫ് അറ്റ് ദി എയർപോർട്ട്. കേട്ടോ, ഡ്രോപ്പ് സമ്മൺ ഓഫ്. ഹി ഡ്രോപ്പ് മീ ഓഫ് അറ്റ് ദി എയർപോർട്ട്. പിക്കപ്പോ, അത് ഓർമ്മയുണ്ടോ? എവിടുന്നെങ്കിലും ഒരാളെ എടുക്കുന്നതിന്. എന്നെ ഒന്ന് സ്റ്റേഷനിൽ നിന്ന് എടുക്കാമോ എന്നെങ്ങനെ ചോദിക്കും? ക്യാൻ യു പിക്ക് മീ അപ്പ് ഫ്രം ദ സ്റ്റേഷൻ? ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഞാൻ ഒന്ന് ഈ കോണ്ടെക്സ്റ്റിൽ വന്നുകൊണ്ടൊന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ. അടുത്തത് സെറ്റ് ഓഫ്. എന്താ അർത്ഥം? ജേണി, നമ്മുടെ യാത്ര തുടങ്ങുന്നതിനാണ് സെറ്റ് ഓഫ് എന്ന് പറയാം. ഞങ്ങൾ ട്രാഫിക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഇറങ്ങി. ഇങ്ങനെ പറയാം, വി സെറ്റ് ഓഫ് ഏർലി ടു അവോയ്ഡ് ട്രാഫിക്. ഗെറ്റ് എവേ. എന്താ അർത്ഥം? ഗെറ്റ് എവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വെക്കേഷനോ അല്ലെങ്കിൽ ചെറിയൊരു ട്രിപ്പിനൊക്കെ പോകുന്നതിനാണ് ഗെറ്റ് എവേ എന്ന് പറയാം. ഈ വീക്കെൻഡ് ഞങ്ങളൊരു ചെറിയ ഇങ്ങനെ ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യാമെന്ന് പറയാൻ വേണ്ടിയിട്ട് വി ആർ ഹോപ്പിംഗ് ടു ഗെറ്റ് എവേ ദിസ് വീക്കെൻഡ്. അടുത്തത് കം ബാക്ക്. എന്താ അർത്ഥം? എവിടുന്നെങ്കിലും തിരിച്ചു വരിക. ഞാൻ ഇന്നലെ രാത്രി ഞാൻ റോമിൽ നിന്ന് തിരിച്ചെത്തി എന്ന് പറയാൻ ഐ കെയിം ബാക്ക് ഫ്രം റോം കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്. യെസ്റ്റർഡേ നൈറ്റില്ല കേട്ടോ, ലാസ്റ്റ് നൈറ്റ്. അടുത്തത് സ്റ്റോപ്പ് ഓവർ. എന്താ അർത്ഥം? നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് വിചാരിക്കുക, അതിൻ്റെ ഇടയിൽ ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും കുറച്ച് ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ഓവർ അവിടെ എന്ന് പറയും. ചെറിയൊരു സ്റ്റേ കേട്ടോ, ദിവസമാവണമെന്നില്ല, കുറച്ച് മണിക്കൂറുകളാവാം. അപ്പോൾ എങ്ങനെ പറയാം? ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നപ്പം ദുബായിൽ നിന്നിരുന്നപ്പോൾ വി സ്റ്റോപ്ഡ് ഓവർ ഇൻ ദുബായ്. അടുത്തത് ഹെഡ് ഔട്ട്. എന്താ അർത്ഥം? എവിടെയെങ്കിലും ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇറങ്ങുക. ഈ ഹെഡ് ഔട്ട് എന്നുള്ളത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതിനാണ് ഹെഡ് ഔട്ട്. ഞാൻ ഇറങ്ങുകയാണേ പിന്നെ കാണാം. അങ്ങനെ പറയാം, ഐ എം ഹെഡിങ് ഔട്ട് നൗ. ഐ എം ഗോയിങ് ഔട്ട് എന്ന് ഉപയോഗിക്കാം. പക്ഷേ ഹെഡ് ഔട്ട് എന്നുള്ളത് വളരെ വളരെ കാഷ്വലായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. നിങ്ങൾ കുറേ കേൾക്കും, പുറത്തൊക്കെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ ഹെഡ് ഔട്ട് എന്നുള്ളത് വളരെ അധികം കേൾക്കും. അത് മാത്രമല്ല നിങ്ങൾ ഉപയോഗിക്കണം. ഐ എം ഗോയിങ് ഔട്ടിന് പകരം ഐ എം ഹെഡിങ് ഔട്ട് നൗ. ഞാൻ പുറത്തേക്ക് ഇറങ്ങാം, അപ്പോൾ സീ യു ലേറ്റർ, പിന്നെ കാണാം. അടുത്തത് ടേൺ ബാക്ക്. എന്താ അർത്ഥം? നമ്മൾ വന്ന വഴി തിരിച്ചു പോകുന്നതിനാണ് ടേൺ ബാക്ക് എന്ന് പറയാം. ഞങ്ങൾ ടിക്കറ്റ്സ് മറന്നു, അപ്പോൾ തിരിച്ചു പോകേണ്ടി വന്നു. വി ഫൊഗോട്ട് അവർ ടിക്കറ്റ്സ് ആൻഡ് ഹാഡ് ടു ടേൺ ബാക്ക്. ചെയ്യേണ്ടി വന്നു. വി ഹാഡ് ടു ഡു ഇറ്റ്. വി ഹാഡ് ടു ടേൺ ബാക്ക്. വി ഫൊഗോട്ട് അവർ ടിക്കറ്റ്സ് ആൻഡ് ഹാഡ് ടു ടേൺ ബാക്ക്. അടുത്തത് പുൾ ഓവർ. എന്താ അർത്ഥം? നമ്മൾ കാറ് റോഡിന് സൈഡിലൊന്ന് നിർത്തില്ലേ, അതിനാണ് പുൾ ഓവർ എന്ന് പറയുക. എങ്ങോട്ടെങ്കിലും പോകുമ്പം തൽക്കാലത്തേക്ക് നിർത്തി വെക്കില്ലേ, അതിനാണ് പുൾ ഓവർ. ഇപ്പോൾ പോലീസൊക്കെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയില്ല, ചിലപ്പോൾ ലൈസൻസ് ഇല്ല അങ്ങനെ. അപ്പോൾ ഞങ്ങൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ പോലീസ് ഞങ്ങളോട് ആ റോഡിൻ്റെ സൈഡിലേക്ക് നിർത്താൻ പറഞ്ഞു എന്നൊക്കെ പറയണമെങ്കിൽ ആകെ ചെയ്യേണ്ടത് ദ പോലീസ് ടോൾഡ് ഹിം അല്ലെങ്കിൽ ടോൾഡ് ആസ് ടു പുൾ ഓവർ. ഞങ്ങളോട് പറഞ്ഞു പുൾ ഓവർ, അവിടെ റോഡിൻ്റെ സൈഡിലേക്ക് നിർത്തുമെന്ന്. അപ്പോൾ ഹി ടോൾഡ് മീ ടു സ്റ്റോപ്പ് നിയർ ദ സൈഡ് ഓഫ് ദ റോഡ് എന്നൊന്നും പറയണ്ട. ദ പോലീസ് ടോൾഡ് ആസ് ടു പുൾ ഓവർ. അല്ലെങ്കിൽ
അവനോടാണെങ്കിൽ ദ പോലീസ് ടോൾഡ് ഹിം ടു പുൾ ഓവർ, അല്ലേ. അടുത്തത് ബ്രേക്ക് ഡൗൺ. ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞുണ്ടോ, ബ്രേക്ക് ഡൗൺ ഒരർത്ഥം എല്ലാം കുറച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ടു ബ്രേക്ക് ഡൗൺ ഇൻ ടു 3 പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ. യാത്രയുടെ കാര്യത്തിൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ വണ്ടി വർക്ക് ചെയ്ത് നിൽക്കുക. വണ്ടി മാത്രമല്ല, എന്തെങ്കിലും മെഷീനൊക്കെ ബ്രേക്ക് ഡൗൺ ആവും കേട്ടോ. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈവേയിലെ കാറ് കേടായി. ആർ കാർ ബ്രോക്ക് ഡൗൺ ഓൺ ദ ഹൈവേ. അടുത്ത് സ്പീഡ് അപ്പ് എന്നർത്ഥം സ്പീഡിൽ പോവുക, ഫാസ്റ്റായിട്ട് പോവുക. നമുക്ക് സ്പീഡ് കൂട്ടണം കേട്ടോ, അല്ലെങ്കിൽ ലേറ്റ് ആവും. വി നീഡ് ടു സ്പീഡ് അപ്പ് ഓർ വിൽ ബി ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സ്ലോ ഡൗൺ എന്ന് വെച്ചാൽ സ്പീഡ് കുറയ്ക്കുക. കുറച്ചധികം സ്പീഡിലാട്ടോ പോണേ, കുറച്ച് വേഗത കുറയ്ക്കൂ. സ്ലോ ഡൗൺ, യു ആർ ഡ്രൈവിംഗ് ടു ഫാസ്റ്റ്. ഞാൻ 100 ഫ്രേസൽ വെർബ്സ് അല്ലേ പറഞ്ഞത്. അപ്പോൾ ലാസ്റ്റ് ഒരു സെക്ഷൻ കൂടിയുണ്ട്. നമ്മൾ പൊതുവേ പ്രോബ്ലംസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ വരുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അതുകൂടെ നമുക്ക് പഠിക്കാം കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നിങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വാക്കുകളൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്നതാണ്. ഫിഗർ ഔട്ട് എന്നർത്ഥം എന്തെങ്കിലും കാര്യം മനസ്സിലാക്കുക അല്ലെങ്കിൽ സോൾവ് ചെയ്യുക, അതിനൊക്കെയാണ് ഫിഗർ ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയണമെങ്കിൽ ഐ ഫിഗേർഡ് ഔട്ട് ഹൗ ദിസ് വർക്ക്സ്. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയണമെങ്കിൽ ഐ എം ട്രൈങ് ടു ഫിഗർ ഔട്ട് ഹൗ ദിസ് വർക്ക്സ്. അടുത്തത് വർക്ക് ഔട്ട്. ഇവിടെ എന്താ അർത്ഥം വരും അതിൻ്റെ? എന്തെങ്കിലും ഒരു കാര്യം ഫിക്സ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതാണ് വർക്ക് ഔട്ട്. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ സോൾവ് ചെയ്തു എന്ന് പറയാൻ വി ഹാഡ് എ ഫൈറ്റ് ബട്ട് വി വർക്ക്ഡ് ഇറ്റ് ഔട്ട്. അടുത്തത് സോർട്ട് ഔട്ട്. എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു കാര്യം ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ റിസോൾവ് ചെയ്യുക എന്നൊക്കെയാണ് സോർട്ട് ഔട്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക, അത് തന്നെയാണ് സോർട്ട് ഔട്ട്. ഒന്നില്ലെങ്കിൽ പ്രശ്നമാവാം, അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, അതാവാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം. അപ്പോൾ ആ ട്രാവൽ പ്ലാൻസൊക്കെ നമുക്കൊന്ന് കാര്യങ്ങളൊന്ന് തീരുമാനിക്കണം എന്ന് പറയണമെങ്കിൽ വി നീഡ് ടു സോർട്ട് ഔട്ട് അവർ ട്രാവൽ പ്ലാൻസ്. അടുത്തത് ഡീൽ വിത്ത്. അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ഒക്കെ ഹാൻഡിൽ ചെയ്യുക. അവൾ സ്ട്രെസ്സ് ഹാൻഡിൽ ചെയ്യാൻ നല്ലതാണ്. ഷീസ് ഗുഡ് അറ്റ് ഡീലിംഗ് വിത്ത് സ്ട്രെസ്. കുറേ കാര്യങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നല്ലതാണെന്ന് പറയാൻ ഷീസ് ഗുഡ് അറ്റ് സംതിങ്. അപ്പോൾ ഷീസ് ഗുഡ് അറ്റ് എന്ത്? ഡീലിംഗ് വിത്ത് സ്ട്രെസ് വെച്ച് ഡീൽ ചെയ്യാന്ന് വെച്ചാൽ സൂപ്പർ. അവൾ കിടന്നങ്ങ് ഉറങ്ങും, പിന്നെ എല്ലാം ഒരു പ്രശ്നമില്ല അവൾക്ക്. ഷീസ് ഗുഡ് അറ്റ് ഡീലിംഗ് വിത്ത് സ്ട്രെസ്. അടുത്തത് ടോക്ക് ഇറ്റ് ഓവർ. എൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ഡിസ്കസ് ചെയ്യാം. നേരത്തെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ലെറ്റ്സ് ടോക്ക് ഇറ്റ് ഓവർ ബിഫോർ മേക്കിംഗ് എ ചോയ്സ്. ഒരു ഡിസിഷനോ ചോയ്സൊക്കെ എടുക്കുന്നതിന് മുമ്പ് ലെറ്റ്സ് ടോക്ക് ഇറ്റ് ഓവർ, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. കം അപ്പ് വിത്ത്. എന്താ അർത്ഥം? എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു പ്ലാനൊക്കെ ചിന്തിച്ച് കൊണ്ടുവരിക എന്ന് വെച്ചാൽ നല്ലൊരു സൊല്യൂഷൻ അത് അവൻ കണ്ടുപിടിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഹി കെയിം അപ്പ് വിത്ത് എ ബ്രില്യൻറ്റ് സൊല്യൂഷൻ. അടുത്തത് ബാക്ക് ഡൗൺ. സമ്മതിക്കുക. എന്ത്? തോൽവി സമ്മതിക്കുക, അതാണ് ബാക്ക് ഡൗൺ. അല്ലെങ്കിൽ നമ്മൾ കലഹിക്കുന്നത് നിർത്തുക. ഒരു ലോങ് ഡിബേറ്റ്, ചർച്ച, അതിൻ്റെ അവസാനം അവൾ സമ്മതിച്ചു, തോറ്റു സമ്മതിച്ചു. എങ്ങനെ പറയാം? ഷി ഫൈനലി ബാക്ക്ഡ് ഡൗൺ ആഫ്റ്റർ എ ലോങ് ഡിബേറ്റ്. ഒരു ഭയങ്കര ചർച്ച രാവിലെ തുടങ്ങിയതാണ്, ഊണ് പോലും കഴിച്ചില്ല. അവസാനം അങ്ങനെയല്ല, നിങ്ങളാണ് ശരിയെന്ന് അവൾ സമ്മതിച്ചു. ഷി ഫൈനലി ബാക്ക് ഡൗൺ ആഫ്റ്റർ എ ലോങ് ഡിബേറ്റ്. അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ സമ്മതിച്ചു എന്നാവാം, അല്ലെങ്കിൽ ഈ ആർഗ്യൂ ചെയ്യുന്ന നിർത്തിയെന്നും ആവാം കേട്ടോ. അവൾ അവസാനം എന്ത് വേണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലും അവസാനം ബാക്ക് ഡൗൺ തന്നെയാണ് പറയുക. ഷി ഫൈനലി ബാക്ക് ഡൗൺ ആഫ്റ്റർ എ ലോങ് ഡിബേറ്റ്. ഗിവ് ഇൻ. ഇത് ഇമ്പോർട്ടൻ്റ്. എന്താ അർത്ഥം? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് പറയില്ലേ, അതിനാണ് ഗിവ് ഇൻ ചെയ്യാന്ന് പറയുക. എന്നുവെച്ചാൽ ഒന്നില്ലെങ്കിൽ പ്രഷർ കാരണം നമ്മൾ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ എല്ലാവരും കൂടെ വന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ സാറേ നമുക്ക് താല്പര്യമില്ല, എന്നാലും അങ്ങോട്ട് ഓക്കെ എന്നങ്ങോട്ട് പറയാം. ഓക്കെ, റെസിസ്റ്റ് ചെയ്ത് നിർത്തുക. ഇപ്പം നിങ്ങൾക്ക് അത്ര അങ്ങനെ സുഖം തോന്നുന്നില്ല കിടക്കാമെന്ന് വിചാരിച്ചാൽ, അപ്പം നിങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ വാ 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 പോവാന്ന് പറഞ്ഞ അവസാനം എന്നാൽ ശരി നിങ്ങോട്ട് പറഞ്ഞു അല്ലേ, നിങ്ങളങ്ങോട്ട് സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ പറയാണ് ഐ ഡിഡൻറ്റ് വോണ്ട് ടു ഗോ, എനിക്ക് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, ബട്ട് ഐ ഗേവ് ഇൻ എന്ന് പറഞ്ഞാൽ ഗിവിൻ്റെ പാസ്റ്റ് ടെൻസ്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു അവസാനം. ഐ ഡിഡൻറ്റ് വോണ്ട് ടു ഗോ ബട്ട് ഐ ഗേവ് ഇൻ. അടുത്തത് സ്റ്റാൻഡ് അപ്പ് ഫോർ സമ്മൺ ഓർ സംതിങ്. അതിൻ്റെ അർത്ഥം എന്താ? ആർക്കെങ്കിലും വേണ്ടി നിൽക്കുക, അത് തന്നെ. ഡിഫെൻഡ് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് നിലനിൽക്കുക, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പോരാടുക, അതാണ് സ്റ്റാൻഡ് അപ്പ് ഫോർ സംതിങ്. ഇപ്പോൾ
നിങ്ങളുടെ വർക്കിൽ ഒരു ടീമുണ്ട്, ആ ടീം ഒരു കാര്യം ചെയ്തതിനെ അതിൻ്റെ മുകളിലുള്ള ബോസ് അത് ശരിയല്ല എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ നിങ്ങൾ ടീമിന് വേണ്ടി നിന്നു മീറ്റിങ്ങിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ അവൻ നിന്നു എന്ന് പറയണമെങ്കിൽ ഹീ സ്റ്റുഡ് അപ്പ് ഫോർ ഹിസ് ടീം ഇൻ ദ മീറ്റിംഗ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാൽ യു സ്റ്റുഡ് അപ്പ് ഫോർ യുവർ ടീം ഇൻ ദ മീറ്റിംഗ്. വെരി ഗുഡ് എന്ന് പറയാം. അടുത്തത് കം അക്രോസ്. എൻ്റെ അർത്ഥം എന്താ? എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കാതെ കാണുമ്പോൾ നമ്മൾ എൻകൗണ്ടർ ചെയ്യുക, അല്ലേ? നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്തതല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ കം അക്രോസ് സംതിങ് എന്ന് പറയും. സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു ഇഷ്യൂ കണ്ടുപിടിച്ചു. അത് നമ്മൾ ആ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ച് തപ്പിപ്പോയപ്പോഴല്ല, നമ്മൾ അങ്ങനെ എന്തോ ഒരു കാര്യം തപ്പപ്പോൾ ഇങ്ങനൊരു സംഭവം കണ്ടുപിടിച്ചു എന്ന് പറയണമെങ്കിൽ വി കെയിം അക്രോസ് എൻ ഇഷ്യൂ, ടു കം അക്രോസ് സംതിങ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് വി കെയിം അക്രോസ് എൻ ഇഷ്യൂ വിത്ത് ദ സോഫ്റ്റ്വെയർ. അടുത്തത് റൺ ഇൻ ടു ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു പേഴ്സൺ. എങ്ങനെ പറയാം? അത് ഇതന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ബൈ ചാൻസ് ഒരാളെ കാണുക അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെ പറയാം? ഈ പ്ലാനിന് നമ്മളൊരു പ്ലാൻ ഉണ്ട്, ആ പ്ലാനിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നേരിടേണ്ടി വന്നു എന്ന് പറയണമെങ്കിൽ വി റാൻ ഇൻ ടു സം പ്രോബ്ലംസ് വിത്ത് ദ പ്ലാൻ. ഐ റാൻ ഇൻ ടു സമ്മൺ അറ്റ് ദ സ്റ്റോർ എന്ന് വെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് അയാളെ കണ്ടു എന്നാണ് അർത്ഥം. അടുത്തത് തിങ്ക് ഓവർ എന്ന് വെച്ചാൽ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. എനിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാൻ സമയം വേണം. ഐ നീഡ് ടൈം ടു തിങ്ക് ഇറ്റ് ഓവർ. തിങ്ക് ഓവർ സംതിങ്. അപ്പോൾ ആ എന്താ സംതിങ്ങിൻ്റെ ഇടയിൽ വരണം, തിങ്ക് ഇറ്റ് ഓവർ കേട്ടോ. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. ഐ നീഡ് ടൈം ടു തിങ്ക് ഇറ്റ് ഓവർ. അടുത്തത് ഓപ്റ്റ് ഔട്ട് ഓഫ് സംതിങ്. അർത്ഥം എന്താ? അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെന്ന് വയ്ക്കുക. ആ പ്രോജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടെന്ന് നമ്മൾ വിചാരിച്ചു. ഷീ ഓപ്റ്റഡ് ഔട്ട് ഓഫ് ദ പ്രോജക്റ്റ്. അടുത്തത് ഗോ ഫോർ സംതിങ്. അതിനർത്ഥം എന്താ? അത് ഒന്ന് പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിക്കില്ലേ, അതാണ് ടു ഗോ ഫോർ സംതിങ്. അല്ലെങ്കിൽ പരീക്ഷിച്ച് കളയാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ട്രൈ ചെയ്യുക, അതിനാണ് ടു ഗോ ഫോർ സംതിങ്. എനിക്ക് തോന്നുന്നത് ഞാൻ ആ സേഫർ ഓപ്ഷൻ എടുക്കാമെന്നാണ്. ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ ദ സേഫർ ഓപ്ഷൻ. അത് ചൂസ് ചെയ്യാം. അങ്ങനെ ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ ഇറ്റ് എന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് ഒന്ന് ചെയ്ത് കളയാം എന്ന് വിചാരിക്കുക. ഐ തിങ്ക് ഐ വിൽ ഗോ ഫോർ ഇറ്റ് എന്നൊക്കെ പറയാം. അടുത്തത് സ്റ്റെപ്പ് ഇൻ. എന്താ അർത്ഥം? നമ്മൾ ഒരു സഹായമൊക്കെ വേണമെങ്കിൽ നമ്മളതിൽ സഹായിക്കാൻ വേണ്ടി സന്നദ്ധരാകുക, എന്നിട്ട് അതിന് ഇൻവോൾവ് ചെയ്യുക. അതാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യുക എന്ന് പറയാം. ഇപ്പോൾ രണ്ട് കുട്ടികൾ തമ്മിൽ ഭയങ്കര അടിയാണ് ക്ലാസ്സിൽ. അപ്പോൾ ആരാണ് സ്റ്റെപ്പ് ഇൻ ചെയ്യുക? ടീച്ചർ അതിൽ ഇടപെടുക, അല്ലേ? അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, അടിപിടി ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദ ടീച്ചർ സ്റ്റെപ്ഡ് ഇൻ ടു സ്റ്റോപ്പ് ദ ഫൈറ്റ്. അടുത്തത് ക്യാരി ഓൺ. എന്താ അർത്ഥം? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഇൻട്രപ്ഷൻ, ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യില്ലേ, അതിനാണ് ക്യാരി ഓൺ എന്ന് പറയാം. നമുക്ക് ഇനി ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയാം. ലെറ്റ്സ് ക്യാരി ഓൺ വിത്ത് ദ ഡിസ്കഷൻ. അപ്പോൾ കുറേ ഫ്രേസൽ വേർബ്സ് നമ്മൾ പഠിച്ചു. ഇതൊക്കെ പല പല സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന സംഭവമാണ്. എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു വെച്ചാൽ വളരെ നല്ലതാണ്. ആകെയുള്ളത് കൂടെയുള്ള ആ പ്രെപ്പോസിഷൻസ് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾസൊക്കെ നിങ്ങളൊന്ന് എഴുതി വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരിക്കും. നിങ്ങൾക്ക് ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ 90 ഡേ കോഴ്സാണ് നല്ലത്. ആ 90 ഡേയിൽ നമുക്ക് കോഴ്സ് ചെയ്യാനുണ്ടാവും 15 മിനിറ്റ് എല്ലാ ദിവസവും. ഇത് പൊതുവേ കുറച്ചുകൂടെ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്, വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കോഴ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം ഇങ്ങനെ ഇരുന്ന് കളയാനൊന്നുമില്ല. പെട്ടെന്ന് കാര്യം പഠിക്കണം, അല്ലേ? ഇപ്പോൾ പെട്ടെന്ന് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും പഠിക്കാൻ പറ്റില്ല. നമുക്ക് കുറച്ച് സമയം വേണം പഠിക്കാൻ. അപ്പോൾ 90 ഡേയ്സ് വേണം. പക്ഷേ 90 ഡേയ്സ് എത്ര സമയം വിട്ട് ഇരിക്കുകയെന്ന് വെച്ചാൽ അങ്ങനെ ചിലപ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഡോക്ടേഴ്സ്, നഴ്സസ്, ലോയേഴ്സ് അങ്ങനെ കുറേ പേര് എടുക്കാറുണ്ട് കോഴ്സ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത്ര IT പ്രൊഫഷണൽസ് അവർ കുറേ എടുക്കാറുണ്ട്. അത്രയും സമയം ഉണ്ടാവില്ല, അവർക്ക് അവരുടെ ജോലിയുടെ കാര്യങ്ങളും ചെയ്യണ്ടേ. അപ്പോൾ അവർക്ക് ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഇതിന് 90 ഡേയ്സിന് നീക്കി വയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കോഴ്സ് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ആകെ ഉള്ളത് ആ കോഴ്സ് ജസ്റ്റ് ഇങ്ങനെ തീർക്കുക എന്നല്ല, അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാവണം. മനസ്സിലായില്ലെങ്കിൽ എന്നോട് കോഴ്സിൽ ചോദിക്കണം. അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് കാര്യമാണെങ്കിലും സംശയമാണെങ്കിലും ചോദിക്കണം. ഒരു പ്രശ്നവുമില്ല, ചോദിക്കണം തന്നെയാണ് ഞാൻ പറയുക. കോഴ്സ് ചോദിക്കുക, ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു തരാം. പിന്നെ ക്വിസ് ഉണ്ട്, അത് ചെയ്യണം നന്നായിട്ട്. അത് ഇങ്ങനെ വെറുതെ ഗസ് ചെയ്ത് ചെയ്യരുത്. പിന്നെ 15 മിനിറ്റ് എല്ലാ ദിവസവും അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. അങ്ങനെ 90 ഡേയ്സിൽ കോഴ്സ് തീർക്കുക. അതിനുശേഷം നമുക്ക് കുറേ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കോഴ്സിൽ തന്നെ പറഞ്ഞുതരും. അതാണ് 90 ഡേ കോഴ്സ്. ആ കോഴ്സ് മതി. ഇനി നിങ്ങൾ വേറൊരു കോഴ്സ് അന്വേഷിച്ച് പോവില്ല. കുറേ കോഴ്സുകൾ എടുത്ത ആൾക്കാരുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിർബന്ധം വയ്ക്കണേ. എൻ്റെ കോഴ്സ് എടുത്താൽ പിന്നെ ഒരു കോഴ്സ് തപ്പി ആൾക്കാർ പോകരുത്.
പിന്നെ വേറൊരു കോഴ്സ് ഉള്ളത് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാമറൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷേ നിങ്ങൾക്ക് സംസാരിക്കാൻ മാത്രം അത്ര ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ലെങ്കിൽ ഒരു ഇപ്പോൾ മോണ്ടിസറി ടീച്ചേഴ്സ് അല്ലെങ്കിൽ വീട്ടിലെ അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, കുട്ടികളൊക്കെ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇംഗ്ലീഷ് കുട്ടികൾ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കോഴ്സ് എടുക്കാം. ഇത് നമ്മൾ 30 ഡേയ്സിൽ 30 ഡിഫറെൻറ്റ് കോൺവെർസേഷൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യാണ്. ഒന്നും ലൈവ് ക്ലാസ് അല്ല കേട്ടോ, ഒക്കെ റെക്കോർഡഡ് ആയിട്ടുള്ളതാണ്. ലൈവ് ക്ലാസ് ഞാൻ എടുക്കാറില്ല. എന്തെങ്കിലും കാരണം ഇതിൻ്റെ പുറകെ ഞാൻ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് പനിയോ എന്തെങ്കിലും വന്നിട്ട് പിന്നെ ആ ക്ലാസ് മുടങ്ങില്ലേ. അപ്പോൾ എല്ലാം റെക്കോർഡാണ്. റെക്കോർഡാണെന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുക. അല്ലാതെ ഒരു കോംപ്രമൈസും ക്വാളിറ്റിയിൽ ചെയ്യാറില്ല. എൻ്റെ സ്റ്റുഡൻസിനോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുറച്ച് മക്കളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ജനറലി സംസാരിക്കാൻ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല, അങ്ങനത്തെയാണ് നിങ്ങൾക്ക് റെഡിയാക്കണമെങ്കിൽ 30 ഡേ വാട്സാപ്പ് കോഴ്സ് എടുക്കാം കേട്ടോ. എല്ലാ ഡീറ്റെയിൽസും ഈ താഴെ കാണുന്ന നമ്പറിൽ നോക്കിയാൽ കിട്ടും. 90 ഡേ കോഴ്സ് ആണെങ്കിൽ ഇമെയിൽ അയക്കുക, ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ, ഉപകാരമായെന്ന് വിചാരിക്കണോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.